الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തു വരുന്നത് അംദത്തുൽ അഹ്കാമിലെ കിതാബു തഹാറയിലെ അധ്യായമാണ്. കിതാബു തഹാറയിൽ നമ്മൾ ബാബു തയമ്മുമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി മനസ്സിലാക്കി വരുന്നത്. തയമ്മുമിന്റെ വിഷയത്തിലുള്ള ചില ഹദീസുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കി. ഈ അധ്യായത്തിൽ 2 ഹദീസുകളാണ് ഇനി ബാക്കിയുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് തയമ്മും, എപ്പോഴാണ് തയമ്മും അനുവദിക്കപ്പെടുക പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. എന്നാൽ തയമ്മുമിന്റെ രൂപം, എങ്ങനെയാണ് തയമ്മും ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നില്ല. പക്ഷേ എന്തിലാണ് തയമ്മും ചെയ്യാൻ അനുവദിക്കപ്പെടുന്നത്, എന്തൊക്കെ വസ്തുക്കളിൽ തയമ്മും നമുക്ക് അനുവദിക്കപ്പെടുകയില്ല പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഹദീസിൽ നമുക്ക് സിഫത്തു തയമ്മും, തയമ്മുമിന്റെ രൂപം മനസ്സിലാക്കാം. അൻ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുമാ ഖാല بعثني النبي صلى الله عليه وسلم في حاجة فأجنبت فلم أجد الماء فتمرغت في الصعيد كما تمرغ الدابة ثم أتيت النبي صلى الله عليه وسلم فذكرت ذلك له فقال إنما يكفيك أن تقول بيديك هكذا ثم ضرب بيديه الأرض ضربة واحدة ثم مسح الشمال على اليمين وظاهر كفيه ووجهه. ഇതാണ് ഈ ഹദീസ് ഉള്ളത്. സാധാരണ ഹദീസ് വായിച്ചു കഴിഞ്ഞാൽ ഇതാരാണ് ഉദ്ധരിക്കാറുള്ളത് എന്ന് പൊതുവെ ഹദീസിൽ പറയപ്പെടും. പക്ഷെ നമ്മൾ ഈ അധ്യായത്തിൽ ഓരോ ഹദീസും വായിച്ചു പറയാത്തത് നമ്മൾ പറഞ്ഞു. ഈ ഹദീസിൽ, ഈ കിതാബിലുള്ള മുഴുവൻ ഹദീസുകളും ഇമാം ബുഖാരി, മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള സഹീഹായ ഹദീസുകൾ മാത്രമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇത് ഇന്ന ഗ്രന്ഥത്തിലെ ഹദീസാണ്, ഇന്ന മുഹദ്ദിസ് ഇത് സഹീഹാക്കിയിട്ടുണ്ട് എന്നൊരു വ്യാഖ്യാനം നമുക്ക് ആവശ്യമില്ല. അത്രയും എളുപ്പമായിട്ട് സഹീഹായിട്ടുള്ള ബുഖാരി, മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകളാണ് ഈ ഹദീസുകളെല്ലാം തന്നെ. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് പ്രസിദ്ധ സഹാബിയായ, ഒരുപാട് ഫضലുള്ള അമ്മാർ ബിൻ യാസിറാണ്. 2 പേരും സഹാബികളാണ്. നമുക്കറിയാം അവരുടെ ചരിത്രത്തെക്കുറിച്ച്. അവരുടെ ചരിത്രം വിശദീകരിക്കേണ്ട ഒരു മജ്ലിസ് അല്ല ഇത്, എങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം തന്നെയാണ് അവരുടെ ചരിത്രം. ഒരുപാട് പീഡനങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ ആദ്യ കാലഘട്ടത്തിൽ പ്രയാസം അനുഭവിച്ച കുടുംബമാണ് യാസിറിന്റെ കുടുംബം. അമ്മാർ ബിൻ യാസിർ 2 പേരാണ്. അതുകൊണ്ടാണ് റളിയല്ലാഹു അൻഹുമാ എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ചരിത്രത്തിലൊക്കെ ഇൻഷാ അല്ലാഹ് അത്തരം അവരുടെ ചരിത്രങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ മനസ്സിലാക്കും. കാണാൻ അദ്ദേഹം പറയുന്നു, ബഅസനി അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹാജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആവശ്യത്തിന് വേണ്ടി എന്നെ പറഞ്ഞയച്ചു, എന്നെ നിയോഗിച്ചു. ബഅസ എന്ന് പറഞ്ഞാൽ നിയോഗിച്ചു. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്തെങ്കിലും ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി അയക്കുക. അത് പല കാര്യത്തിനാകാം, ദഅവത്തിനാകാം, അതല്ല എങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഖാദിയായി നിയമിച്ചിട്ടാകാം, അല്ലെങ്കിൽ പല വിഷയത്തിനാകാം. ഏത് വിഷയമാണെന്നും അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചിട്ടില്ല. കാരണം അതല്ല ഇവിടെ വിഷയം. ഏത് വിഷയത്തിന് എന്നെ നിയോഗിക്കപ്പെട്ടു എന്നതല്ല ഇവിടെ വിഷയം. അതുകൊണ്ട് അദ്ദേഹം അതും സൂചിപ്പിച്ചിട്ടില്ല. ഫഅജ്നബ്തു, അങ്ങനെ ആ ഒരു യാത്രക്കിടയിൽ ഞാൻ ജനാബത്തുകാരനായി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫലം അജിദിൽ മാ, എനിക്കാണെങ്കിൽ ജനാബത്ത് കുളിക്കാൻ വെള്ളം ലഭിച്ചില്ല. നമുക്കറിയാം ജനാബത്ത് കുളിക്കാൻ വെള്ളം അത്യാവശ്യമാണ്. അപ്പൊ വെള്ളം നിർബന്ധമാണ് ഒരാൾക്ക് ജനാബത്ത് കുളിക്കണമെങ്കിൽ. പക്ഷെ അദ്ദേഹത്തിന് അതിന് സാധിച്ചില്ല, വെള്ളം കിട്ടിയിട്ടില്ല. വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയോ അതല്ലെങ്കിൽ വെള്ളം അവിടെ തീരെ ഇല്ല, ഏതെങ്കിലും രൂപത്തിൽ അവിടെ വെള്ളമില്ല, ഉപയോഗിക്കാൻ പറ്റിയൊരു വെള്ളം അവിടെ ഉണ്ടായിട്ടില്ല. ഫതമറഗ്തു ഫി സഈദ്, അദ്ദേഹം ഭൂമിയിൽ കിടന്ന് ഇങ്ങനെ ഉരുളുകയുണ്ടായി. ഭൂമിയിൽ കിടന്ന് ഇങ്ങനെ ഉരുണ്ടു. എങ്ങനെ അദ്ദേഹം ഉരുണ്ടു എന്നുള്ളത് അദ്ദേഹം വിശദീകരിച്ചു. കമാ തമറഗു അദ്ദാബ, മൃഗങ്ങൾ ഇങ്ങനെ മണ്ണിൽ കിടന്ന് ഉരുളാറുണ്ട്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. മൃഗങ്ങൾ ഇങ്ങനെ അത് മണ്ണിൽ കിടന്ന് ഇങ്ങനെ ഉരുണ്ടു കളിക്കും, അടുത്തും വലത്തും ഒക്കെ ആക്കിയിട്ട് അത് ഉരുണ്ടു കളിക്കും. അതുപോലെ ഞാൻ ചെയ്തു എന്ന് അദ്ദേഹം പറയുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ പൊതുവെ അടിസ്ഥാനമായിട്ട് നമുക്ക് ഒരിക്കലും തന്നെ ഫضലുള്ള ഒരു ജിൻസ് അതിനേക്കാൾ താഴെയുള്ളതുമായിട്ട് നമ്മൾ ഇങ്ങനെ തശ്ബീഹ് ചെയ്യാൻ പാടില്ല, സാദൃശ്യപ്പെടുത്താൻ പാടില്ല. അപ്പൊ മനുഷ്യന്മാര് മൃഗത്തെ പോലെ സാദൃശ്യപ്പെടുത്തുക എന്നുള്ളത് പാടില്ല.
ഖുർആനിൽ മദ്മൂമായ ആക്ഷേപാർഹമായ കാര്യത്തിൽ മാത്രമാണ് അങ്ങനെ ചെയ്തതായി കാണാൻ സാധിക്കുന്നത്. മസലുൽ ലദീന ഹുമിലു തൗറാത്ത സുമ്മ ലം യഹ്മിലൂഹ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. തൗറാത്ത് ഏൽപ്പിക്കപ്പെട്ടിട്ട് അത് കൃത്യമായ രൂപത്തിൽ കൊണ്ടു നടക്കാത്ത ആളുകൾ അവർ ഭാണ്ഡം ചുമക്കുന്ന കഴുതകളെ പോലെ ആണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ കിതാബിൽ എന്താണുള്ളത് എന്നറിയുകയില്ല. അതുപോലെ മുനാഫിക്കുകളെ കുറിച്ച് കാഫറുകളെ കുറിച്ച് നായയെ പോലെ ഉപമിച്ചിട്ടുണ്ട്. അങ്ങനെ പല രൂപത്തിലുള്ള ഉപമകൾ കാണാൻ സാധിക്കും. അപ്പോൾ അസ്വല് അടിസ്ഥാനം അങ്ങനെ ഒരാളെ കുറിച്ച് ഒരു മൃഗത്തെ പോലെ പറയുക എന്നുള്ളത് പാടില്ലാത്തതാണ്. ആക്ഷേപിക്കപ്പെടുന്ന സന്ദർഭങ്ങളിലേ അത് കാണുകയുള്ളൂ. എന്നാൽ പണ്ഡിതന്മാർ പറയുന്നു, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പോലെയുള്ള ആളുകൾ പറയുന്നു, ഇത്തരം മസ്ലഹത്തുള്ള സമയത്ത് അതുകൊണ്ട് അദ്ദേഹം എന്തു ചെയ്തു എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കാനാണ്. കാരണം നമുക്കും ഇത് പെട്ടെന്ന് മനസ്സിലായി എങ്ങനെയാണ് ഇപ്പൊ മണ്ണിൽ കിടന്ന് ഉരുണ്ടത് എന്ന് പറഞ്ഞപ്പോൾ പൊതുവെ ആളുകൾ കാണാറുണ്ട് മൃഗങ്ങൾ അങ്ങനെ ചെയ്യുന്നത്, എന്തോ ഒരു ആവശ്യത്തിന് അവരങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ അത് വളരെ വ്യക്തമാകുന്നതിന് വേണ്ടി അദ്ദേഹം അവിടെ പറഞ്ഞു കൊടുത്തതാണ്. സുമ്മ അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദക്കർതു ദാലിക ലഹ. പിന്നീട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നപ്പോൾ ഈ കാര്യം അതേപോലെ തന്നെ ഞാൻ അവിടെ വിശദീകരിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഖാൽ ഇന്നമാ യക്ഫീക അൻ തഖൂല ബിയദൈക ഹകദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് നിന്റെ കൈകൊണ്ട് ഇപ്രകാരം ചെയ്താൽ മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് കാണിച്ചു കൊടുക്കുകയാണ്. സുമ്മ ളറബ ബിയദൈഹിൽ അർള ളർബതൻ വാഹിദ. ഭൂമിയിൽ രണ്ട് കൈകൊണ്ടും ഒരൊറ്റ അടി അങ്ങ് അടിച്ചു. സുമ്മ മസഹ ശിമാൽ അലൽ യമീൻ. ഇടത് കൈകൊണ്ട് വലത് കൈയുടെ മുകളിൽ തടവി. വലാഹിറ കഫൈഹി വവജ്ഹിഹി. രണ്ട് കൈയുടെ പുറവും മുഖവും തടവി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തു. ഇവിടെ പ്രയോഗിച്ചിട്ടുള്ള വാക്ക് ഇന്നമാ യക്ഫീക അൻ തഖൂല ബിയദൈക ഹകദാ. കൈകൊണ്ട് പറയുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചത്. അറബി ഭാഷയിൽ ഖാല യഖൂലു എന്നുള്ളത് പറയുന്നതിന് മാത്രമല്ല, അത് കൈയിലേക്കുമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പ്രവർത്തിച്ചു എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. അത് ഭാഷയുടെ ഒരു വിശാലതയിൽപ്പെട്ടതാണ്. പൊതുവിൽ അതിന് പറയുക എന്നതേ അർത്ഥമാക്കുന്നുള്ളൂ എങ്കിലും ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ നിന്ന് വളരെ വ്യക്തമാണ്. കൈകൊണ്ട് പ്രവർത്തിക്കുന്നത്, അപ്പൊ കൈയിലേക്ക് ചേർത്തി കഴിഞ്ഞാൽ അത് കൈകൊണ്ട് പ്രവർത്തിക്കുന്നതിന് അങ്ങനെ പറയും. അതുകൊണ്ടാണ് ഇന്നമാ യക്ഫീക അൻ തഖൂല ബിയദൈക ഹകദാ, കൈകൊണ്ട് ഇപ്രകാരം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി ചെയ്ത് കാണിച്ചു കൊടുക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരാൾക്കൊരു വിഷയത്തിൽ. കാരണം അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുക്ക് ആ വിഷയത്തിൽ ഒരു അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇങ്ങനെ ഒരു ഇജ്തിഹാദ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് വ്യക്തമായി കാണിച്ചു കൊടുത്തു. ഇനിയൊരു കൺഫ്യൂഷൻ വേണ്ട, എങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് ആവശ്യമുള്ള സമയത്ത് നമ്മൾ അങ്ങനെ കാണിച്ചു കൊടുക്കണം. ചില സമയത്ത് ഇപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, വുളുവിന്റെ ഹദീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വുളുവിന്റെ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും കൃത്യമായി കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് വുളു എടുത്തിട്ടുള്ളത് എന്ന് കൃത്യമായി കാണിച്ചു കൊടുത്തത് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഇവിടെ ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വ്യക്തമായിട്ട് മണ്ണിലടിക്കുന്ന രൂപവും അത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ ഒരിക്കലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുമയെ ആക്ഷേപിച്ചിട്ടില്ല. അദ്ദേഹം ചെയ്ത ഒരു ഇജ്തിഹാദ്, അദ്ദേഹം ചെയ്ത ഒരു ഖിയാസ്, അഥവാ അദ്ദേഹത്തിന് വുളു മുറിയുന്ന കാര്യങ്ങൾ സംഭവിച്ചാൽ അഥവാ ചെറിയ ശുദ്ധി സംഭവിച്ചാൽ എങ്ങനെയാണ് തയമ്മും ചെയ്യേണ്ടത് എന്നറിയാം. പക്ഷെ വലിയ ശുദ്ധിയുടെ കാര്യം അറിയില്ല. അപ്പൊ അദ്ദേഹം അത് ഖിയാസ് ആക്കിയാണ് ചെയ്തത്. അദ്ദേഹം വിചാരിച്ചു ചെറിയ ശുദ്ധിക്ക് മുഖവും കൈയും മതി, എന്നാൽ വലിയ ശുദ്ധി വരുന്ന സമയത്ത് നമ്മൾ സാധാരണ ജനാബത്ത് കുളിക്കുമ്പോൾ മുഴുവൻ ശരീരഭാഗങ്ങളും വെള്ളം നനയണമെന്നാണ്. അപ്പൊ അദ്ദേഹം അതിനോട് ഖിയാസാക്കി ചെയ്യുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ആക്ഷേപിച്ചിട്ടില്ല. കാരണം ഒരു മുജ്തഹിദായ അഥവാ ഇജ്തിഹാദ് ചെയ്യാൻ ഇങ്ങനെ ആ വിഷയത്തിൽ നമുക്ക് അറിവില്ല എങ്കിൽ നമുക്ക് ഉള്ള വിഷയങ്ങൾ വെച്ചിട്ട് ഖിയാസ് ചെയ്യുക എന്നുള്ളത് അതിന് അർഹതപ്പെട്ട പണ്ഡിതന്മാർക്ക് അനുവദനീയമായ കാര്യമാണ്. ചിലപ്പോൾ അവർക്ക് തെറ്റുപറ്റും. ഇവിടെ ഇദ്ദേഹത്തിന് തെറ്റുപറ്റി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചിട്ടുണ്ട്, ഇങ്ങനെ ആർക്കെങ്കിലും തെറ്റുപറ്റിയാൽ അവർക്ക് ഒരു പ്രതിഫലമുണ്ട്. എന്നാൽ ഒരാൾക്ക് ശരിയാണ് പറ്റിയതെങ്കിൽ, ഇങ്ങനെ ഇജ്തിഹാദ് ചെയ്തതെങ്കിൽ അയാൾക്ക് രണ്ട് പ്രതിഫലമുണ്ട്. ഒന്ന് ശരിയായതിന്റെ പേരിൽ, മറ്റൊന്ന് ഇജ്തിഹാദ് ചെയ്തതിന്റെ പേരിൽ. മറ്റേ ആൾക്ക് ഇജ്തിഹാദ് ചെയ്തതിന്റെ പേരിൽ മാത്രമേ ഉള്ളൂ. കാരണം അത് അനുവദനീയമാണ്, അതിൽ ആക്ഷേപിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്കിടയിലും ഇതുപോലെ അഭിപ്രായ വ്യത്യാസത്തിന് ഇടമുള്ള വിഷയങ്ങളിൽ പണ്ഡിതന്മാർക്കിടയിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം വന്ന ഒരു പണ്ഡിതൻ ഒരു എതിരഭിപ്രായം പറഞ്ഞാൽ, തെറ്റായ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഒരിക്കലും തന്നെ അദ്ദേഹത്തിന് ആ പേരിൽ ആക്ഷേപിക്കാൻ പാടില്ല. പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ചേരിതിരിച്ച് കാണുക, ചില പണ്ഡിതന്മാരെ ഇകഴ്ത്തി കാണുക, ഇത് പാടില്ലാത്തതാണ്. കാരണം ഇജ്തിഹാദിയായ വിഷയത്തിൽ സ്വാഭാവികമായും ഇതുണ്ടാകും. ഇത് സഹാബത്തിന്റെ ഇടയിൽ പോലും സംഭവിച്ചുവെങ്കിൽ ഇത്രയും വർഷങ്ങൾ പിന്നിടുന്ന സമയത്ത് പണ്ഡിതന്മാർക്കിടയിൽ അങ്ങനെ ഇജ്തിഹാദിയായ വിഷയത്തിൽ സ്വാഭാവികമായി ഉണ്ടാകും. അത് ചിലപ്പോൾ നമ്മൾ വലുതാണെന്ന് തോന്നുന്ന വിഷയത്തിൽ വരെ ഉണ്ടായേക്കാം. പക്ഷെ അത്
ഇജ്തിഹാദിന്റെ പരിധിയിൽ വരുന്നതാണ് എങ്കിൽ അതിൽ വിശാലത കാണിക്കുക എന്നുള്ളതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്. അതാണ്. അപ്പൊ ആ വിഷയം നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കണം. ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഷർഹിൽ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇനി നോക്കാം ഈ ഹദീസിലുള്ള നമുക്ക് ഫിഖ്ഹിയായ മസ്അലകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നമാ യക്ഫീക അൻ തഖൂല ബിയദൈക ഹാകദാ സുമ്മ ضرب بيديه الارض ضربة واحدة. ഭൂമിയിൽ ഒരൊറ്റ അടിയാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് അടിക്കേണ്ടത് എന്നുള്ളത് കാണിച്ചു. ഒരടി അടിക്കേണ്ടതുള്ളൂ. ضربة واحدة എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഖത്തിന് വേറെ കൈക്ക് വേറെ അങ്ങനെ രണ്ട് വേറെ വേറെ അടി അടിക്കേണ്ടതില്ല. അങ്ങനെ രണ്ടടി അടിച്ചു എന്ന് പറയുന്ന ഹദീസുകൾ ദുർബലമാണ്. സഹീഹായ ഹദീസിൽ ഒരൊറ്റ അടി അടിക്കേണ്ടതുള്ളൂ. ഇനി അടിച്ചിട്ട് ഈ ഹദീസിൽ വന്നിട്ടുള്ളത് എങ്ങനെയാണ്? ഖുർആനിൽ വന്നതുപോലെയല്ല. ഈ ഹദീസിൽ വന്നിട്ടുള്ളത് ആദ്യം കൈ തടവുകയും പിന്നെ വജ്ഹ് എന്നാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്കിടയിൽ ഇതിന്റെ തർത്തീബ് ആ വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ചിലർ പറഞ്ഞു ഈ ഹദീസ് ഖുർആനിന്റെ ആയത്തിനെ വിശദീകരിക്കുന്നതാണ്, അതുകൊണ്ട് ആദ്യം കൈ തടവുക പിന്നീട് മുഖം തടവുക എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നാൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയെ പോലെയുള്ള, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയെ പോലെയുള്ള ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ചെറിയ അശുദ്ധിക്കാണെങ്കിൽ ആദ്യം മുഖവും പിന്നീട് കൈയുമാണ് തടവേണ്ടത്. ഖുർആനിൽ പറഞ്ഞതുപോലെ, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫംസഹു ബിവുജൂഹിക്കും വഅയ്ദിയക്കും മിൻഹു, നിങ്ങൾ ആദ്യം മുഖവും പിന്നെ നിങ്ങളുടെ കൈയും അതാണ് തടവേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറിയ അശുദ്ധിക്ക് നമുക്കറിയാം വുളൂൽ തർത്തീബ് നിർബന്ധമാണ്. വുളൂൽ ആദ്യം മുഖം കഴുകിയാല് പിന്നീട് നമുക്ക് കൈ, അടുത്ത ഫർള് കൈയാണ്. മുഖം കഴിഞ്ഞാൽ അടുത്ത കൈ ഫർളാണ്, അടുത്ത ഫർള് കൈയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം മുഖം തടവുകയും പിന്നീട് കൈ തടവുകയുമാണ് വേണ്ടത് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നാൽ ഒരാൾ ജനാബത്തുകാരനാണെങ്കിൽ, ഇവിടെ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു ജനാബത്തുകാരനാണ്. ജനാബത്തുകാരനാണെങ്കിൽ ആദ്യം കൈയും പിന്നെ മുഖമായാലും കുഴപ്പമില്ല. കാരണം ജനാബത്ത് കുളിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടെ തർത്തീബ് ആവശ്യമില്ല. വെള്ളം ആദ്യം ഏത് ഭാഗം കഴുകണം എന്നുള്ള തർത്തീബ് അവിടെ ആവശ്യമില്ല. ഒരാൾക്ക് തല ആദ്യം കഴുകാം, അതല്ല താഴ്ഭാഗം ആദ്യം കഴുകി പിന്നെ മുകൾ ഭാഗം കഴുകാം, ഏതും അനുവദനീയമാണ്. എന്നാൽ കുളിയിൽ വുളൂയിൽ അത് അനുവദനീയമല്ല. നിർബന്ധമായിട്ടും ആദ്യത്തെ ഫർദിന്റെ അവയം മുഖമാണ്. നമ്മൾ സുന്നത്തായ രണ്ട് കൈകളും ആദ്യം കഴുകിയതിനു ശേഷം പിന്നെ മുഖമാണ് നിർബന്ധമായ അവയവം, പിന്നീട് കൈയാണ്, പിന്നീട് തല തടവലാണ്, പിന്നീട് കാല് കഴുകലാണ്. അതേ തർത്തീബിൽ ചെയ്താലേ വുളു ശരിയാവുകയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു തർത്തീബ് ഇവിടെ പാലിക്കണം. എന്നാൽ ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുന്ന ഏതൊരവസ്ഥയിൽ, അത് ചെറിയ ശുദ്ധിയാകട്ടെ വലിയ ശുദ്ധിയാകട്ടെ, ഇവിടെ തയമ്മും ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം മുഖം തടവുകയും ശേഷം കൈ തടവുകയും ചെയ്യുക എന്നതാണ് സഹീഹായത് എന്ന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കും. എങ്ങനെയാണ് തടവേണ്ടത്? നമ്മുടെ വലത് കൈയാണ് ആദ്യം തടവപ്പെടേണ്ടത്. അപ്പോൾ ഇടത് കൈ എടുത്തുകൊണ്ട് മണ്ണിൽ അടിച്ചതിന് ശേഷം ഇടത് കൈയുടെ ഉള്ളം ഭാഗം എടുത്തുകൊണ്ട് വലത് കൈയുടെ മുകളിൽ ഇങ്ങനെ തടവുക. തടവേണ്ടത് എവിടെ വരെയാണ്? തടവേണ്ടത് ഈ കൈ മുൻകൈ മാത്രമാണ്, കഫ് അഥവാ മുൻകൈ മാത്രമാണ്. അതല്ലാതെ നമ്മുടെ ദിറാ വരെ, നമ്മുടെ മുഴം വരെ, ഈ കൈമുട്ട് വരെയുള്ള ഭാഗം അത് കഴുകേണ്ടതില്ല, അത് തടവേണ്ടതില്ല. മറിച്ച് വലത് കൈയുടെ മുകളിൽ മാത്രം, ആ മുൻകൈയുടെ മുകളിൽ മാത്രം തടവുക. പിന്നീട് ആ വലത് കൈയുടെ ഉള്ളം കൈ കൊണ്ട് ഇടതു കൈയുടെ മുകളിൽ അതുമാത്രം തടവുക. ഇങ്ങനെയാണ് കൈ തടവേണ്ടത്. അതാണ് കൈയുടെ വിഷയം. ഇനി മുഖം തടവേണ്ടത് എങ്ങനെയാണ്? നമ്മൾ വുളു എടുക്കുന്ന സമയത്ത് മുഖം എന്ന് എവിടെയാണ് മുഖത്തിന്റെ പരിധി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പരിധി മുഴുവൻ തടവലാണ്. അഥവാ മൻബത്തു ഷഅർ, മുടി വളരുന്ന ആ തലയുടെ നെറ്റിയുടെ ഭാഗം മുതൽ താഴെ വരെയുള്ള നമ്മുടെ ദിഖൻ വരെയുള്ള താടി അവിടെ വരെയുള്ള ഭാഗം, അഥവാ മനുഷ്യന്മാർ നേരെ കാണുന്ന ഭാഗം, അതാണ് വജ്ഹ് എന്ന് പറയുന്നത്. പിന്നീട് രണ്ട് ചെവിക്കുറ്റിയുടെയും ഇടയിലുള്ള ഭാഗം, അപ്പൊ ആ ഭാഗത്താണ് നമ്മൾ തടവേണ്ടത്. അവിടെ എല്ലായിടത്തും മൺതരികൾ എത്തണം എന്നൊന്നുമില്ല. കാരണം നമ്മൾ പറഞ്ഞിരുന്നു മൺതരികളോടുകൂടിയുള്ള ഭൂമി തെരഞ്ഞെടുക്കുക എന്നുള്ളത് അഫ്വലിയത്ത് മാത്രമേ ഉള്ളൂ, അത് നിബന്ധനയില്ല എന്ന് പറഞ്ഞിരുന്നു. ഒരാൾക്ക് വേണമെങ്കിൽ മണലിലോ അതല്ലെങ്കിൽ ഭൂമിയിൽ നിന്നുണ്ടാകുന്ന ഏതെങ്കിലും വസ്തുക്കളിലോ ഒക്കെ അടിക്കാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് എല്ലാവരും നമ്മൾ തടവുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തടവുക. വുളുവിൽ നമ്മൾ കഴുകുമ്പോൾ നമ്മൾ കൈകൾ എവിടെ കൊണ്ടുപോകുന്നു അതുപോലെ കൊണ്ടുപോകുക. പക്ഷെ വെള്ളം എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ മണ്ണെല്ലാ ഭാഗത്തും എത്തിക്കണം എന്നില്ല, മറിച്ച് അതൊന്ന് തടവുക എന്ന് മാത്രമാണുള്ളത്. അപ്പോൾ വുളുവിലാണെങ്കിൽ ആദ്യം നമ്മൾ ഈ ബിസ്മില്ല എന്ന് ചൊല്ലിയതിനു ശേഷം, അഥവാ സുന്നത്താണ്, ബിസ്മില്ല എന്ന് ചൊല്ലിയതിനു ശേഷം നമ്മൾ കൈ രണ്ടും അടിച്ചതിന് ശേഷം മുഖം ഒന്ന് തടവുക, ഉള്ളം കൈ കൊണ്ട് മുഖം തടവുക. ഇനി കൈ അടിക്കുന്ന സമയത്ത് അടിക്കുന്ന പ്രതലത്തിൽ ധാരാളം പൊടിയുള്ള ഒരു പ്രതലമാണ് എങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞു ഒന്ന് ഊതിക്കളയാം. കാരണം ഒരുപാട് പൊടി ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മുഖത്തേക്ക് തടവുന്ന സമയത്ത് പ്രയാസമുണ്ടാകും. അപ്പൊ അതൊന്ന് ഊതിക്കളയാം, അല്ലെങ്കിൽ ഒന്ന് തട്ടിക്കളയാം.
അതിനുശേഷം മുഖം ഒന്ന് തടവുക. പിന്നീട് ഇടത് കൈയുടെ ഉള്ളം കൈ കൊണ്ട് വലത് കൈയുടെ പുറവും തടവുക. അതിനുശേഷം വലത് കൈയുടെ ഉള്ളം കൈ കൊണ്ട് ഇടത് കൈയുടെ പുറവും തടവുക. ഇതാണ് ഇതിന്റെ സിഫത്ത്. വളരെ എളുപ്പമുള്ള കാര്യമാണ്. വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇവിടെ നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. മുഖം സാധാരണ നമ്മൾ വുളൂഇന്റെ സമയത്ത് പറയാറുണ്ട്, മൽമളത്തും ഇസ്തിൻഷാക്കും വജ്ഹിൽ പെടും. വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും മുഖത്തിൽ ഉൾപ്പെടും. അത് രണ്ടും ബാഹ്യമായ മുഖത്തിലാണ് പെടുന്നത് എന്ന് പറയാറുണ്ട്. പക്ഷേ ഇവിടെ ആ നിബന്ധനയില്ല. അല്ല, വായിന്റെ അകത്തേക്കോ മൂക്കിന്റെ അകത്തേക്കോ യാതൊരു രൂപത്തിലുള്ള പൊടിയും കയറ്റേണ്ടതില്ല. മറിച്ച് ഈ രൂപത്തിൽ മാത്രമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി ചെയ്ത് കാണിച്ചു കൊടുത്തു. അവിടെ എന്താണ് ചെയ്തത് എന്ന് അമ്മാർ ബിൻ യാസർ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തന്നു. അവിടുന്ന് ആകെ മുഖത്ത് തടവുക, അതുപോലെ രണ്ട് കൈയുടെയും പുറം ഭാഗത്ത് തടവുക എന്നതേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇതാണ് സിഫത്ത്. അത് ചെറിയ ശുദ്ധിക്കാകട്ടെ വലിയ ശുദ്ധിക്കാകട്ടെ നമ്മൾ ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. ജനാപത്തുകാരനായാൽ അതിൽ വ്യത്യാസപ്പെടുന്നില്ല. അതുപോലെ തന്നെ ചെറിയ ശുദ്ധിക്കായാലും അതിൽ പ്രത്യേകിച്ചൊന്നും കുറച്ച് ചെയ്യാനില്ല. എങ്ങനെയായാലും ഈ രണ്ട് അവയവങ്ങൾ മാത്രമേ തടവേണ്ടതുള്ളൂ. ഇതാണ് ഇതിന്റെ രൂപം എന്ന് കാണാൻ സാധിക്കും. ഇനി അടുത്ത ഹദീസിലേക്ക് കിടക്കാം. അടുത്ത ഹദീസ് عن جابر بن عبد الله رضي الله عنهما أن النبي صلى الله عليه وسلم قال أعطيت خمسا لم يعتهن أحد من الأنبياء قبلي نصرت بالرعب مسيرة شهر وجعلت لي الأرض مسجدا وطهورا فأيما رجل من أمتي أدركته الصلاة فليصلي وأحلت لي المغانم ولم تحل لأحد قبلي وأعطيت الشفاعة وكان النبي يبعث إلى قومه خاصة وبعثت إلى الناس عامة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ചില സവിശേഷതകൾ എടുത്തു പറയുകയാണ്. ആ വിഷയത്തിൽ നമ്മുടെ തയമ്മുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ട്. അതുകൊണ്ടാണ് ഈ ഹദീസ് എടുത്തു കൊടുത്തിട്ടുള്ളത്. ഈ ഹദീസാണ് ഇവിടെ അബ്ദുൽ ഗനി അൽ മഖ്ദസി റഹിമഹുല്ല ബാബു തയമ്മുമിൽ അവസാനമായി കൊടുത്തിട്ടുള്ളത് ഈ ഹദീസാണ്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഅ്തീതു ഖംസൻ, എനിക്ക് 5 കാര്യങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. ആരാണ് മുഅ്തി? നൽകിയതാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അങ്ങനെ വ്യക്തമാകുന്ന സമയങ്ങളിൽ ആ രൂപത്തിൽ അഥവാ ചെയ്ത കർത്താവിനെ പറയാതെ ഫാഇലിനെ പറയാതെ രൂപത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. ഇപ്പൊ ഖുർആനിലൊക്കെ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യനെ ദുർബലനായ അവസ്ഥയിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അത് ഖാലിഖ് അല്ലാഹുവാണ്. അത് അറിയപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അവിടെ പ്രതിപാദിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഇവിടെ ഉഅ്തീതു ഖംസൻ, എനിക്ക് 5 കാര്യങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. അഥവാ അതാനി അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകി ഖംസൻ, 5 കാര്യങ്ങൾ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്. 5 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയിട്ടുണ്ട്. എനിക്ക് മാത്രമേ നൽകിയിട്ടുള്ളൂ. ലം യുഅ്തഹുന്ന അഹദും മിനൽ അംബിയാഇ ഖബലി, എനിക്ക് മുമ്പുള്ള ഒരു നബിമാർക്കും അത് നൽകിയിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമായി നൽകപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ ഈ 5 കാര്യങ്ങൾ പണ്ഡിതന്മാർ പറയുന്നു ഇത് അല സബീലിൽ ഹസ്റല്ല, അതിൽ ക്ലിപ്തപ്പെടുത്തിക്കൊണ്ടല്ല. കാരണം മറ്റു പല ഹദീസുകളിലും ഇതല്ലാത്ത കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഇതൊരു 5 കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞതാണ്. മറ്റു ചില ഹദീസുകളിൽ അതല്ലാത്ത കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഈ ഒരു 5 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നിട്ട് ഒന്നാമതായി പറഞ്ഞു, നുസിർതു ബിർറുഅബി മസീറത ശഹർ, 1 മാസം വഴിദൂരം ഉണ്ടാകുന്ന സമയത്ത് തന്നെ നുസിർതു ബിർറുഅബ്, ഞാൻ ശത്രുക്കളുടെ കൽബിൽ പേടി ഇട്ടു കൊടുത്തുകൊണ്ട് അള്ളാഹു എന്നെ സഹായിച്ചിട്ടുണ്ട്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു ഖൗമിനെതിരെ യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് 1 മാസം വഴിദൂരം എത്തുമ്പോൾ തന്നെ ഇങ്ങനെ ശറഇൽ ഈ രൂപത്തിലുള്ള വഴിദൂരവും മറ്റും പറയുമ്പോൾ അന്നത്തെ കണക്കാണ് പരിഗണിക്കേണ്ടത്. അന്നത്തെ കണക്കാണ്. അഥവാ അന്ന് കാൽനടയായോ ഒട്ടകത്തിലോ ഒരാൾക്ക് 1 മാസം എത്ര ദൂരം എന്നതാണ് പരിഗണിക്കുക. ഇന്നിപ്പോ 1 മാസം നമ്മൾ യാത്ര ചെയ്താൽ ലോകത്ത് ചിലപ്പോൾ എവിടെയും എത്താത്ത സ്ഥലം ഉണ്ടാവുകയില്ല. പോകാൻ പറ്റുന്നിടത്തേക്ക് 1 മാസം മതിയാകും. പക്ഷെ അന്ന് 1 മാസത്തിന് ഒരുപാട് ദൂരം ഒന്നും പോകാൻ സാധിക്കുകയില്ല. അപ്പൊ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ 1 മാസം വഴി ദൂരം, അത് കാൽനടയായിട്ടോ ഒട്ടകമായിട്ടോ പൊതുവെ അവർ അങ്ങനെയാണ് യാത്ര ചെയ്യാറുള്ളത്. അങ്ങനെ എത്തുന്ന സമയത്ത് തന്നെ ശത്രുക്കളുടെ അവരുടെ കൽബിൽ പേടി തോന്നും, റുഅബ് ഉണ്ടാകും, വല്ലാത്ത പേടി തോന്നും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പല യുദ്ധങ്ങളും മുസ്ലിമീങ്ങൾക്ക് പെട്ടെന്ന് വിജയിക്കാൻ സാധിക്കും. അള്ളാഹു നൽകിയിട്ടുള്ള ഒരു വലിയൊരു നിഅമത്താണത്. ശത്രുക്കൾക്ക് പേടി തോന്നും. പേടി തോന്നിക്കഴിഞ്ഞാൽ പൊതുവെ ആർക്കും നേരിടാൻ സാധിക്കുകയില്ല. അവർ എത്ര വലിയ സന്നാഹമുള്ള ആൾക്കാരായാലും പേടിച്ചുകൊണ്ടാണ് അവർ യുദ്ധമുഖത്ത് നിൽക്കുന്നത് എങ്കിൽ അവർ തിരിഞ്ഞോടുകയാണ് പൊതുവെ ഉണ്ടാവുക. അവർക്ക് അവിടെ നിൽക്കാൻ, നിലയുറപ്പിക്കാൻ സാധിക്കുകയില്ല. വല്ലാത്ത പേടി തോന്നും. കാരണം വരുന്നതിന് മുമ്പേ പേടിയാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ
ആ പേടി ഇരട്ടിക്കും. ഒരു മാസം വഴിദൂരമാകുമ്പോൾ തന്നെ പേടിയാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഇരട്ടിക്കും. പണ്ഡിതന്മാർ പറയുന്നു ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അതുപോലെ തന്നെ അവിടുത്തെ ഉമ്മത്തിനും ഇത് കിട്ടിയിട്ടുണ്ട് എന്നാണ്. അവിടുത്തെ ഉമ്മത്തിനും ഇത് കിട്ടിയിട്ടുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശറഅ് മുതമസ്സിക്കനായി അതോ മുറുകെ പിടിക്കുന്ന ആളുകൾക്കാണ് അത് ലഭിക്കുക. അങ്ങനെയുള്ള ആളുകൾക്ക്, അങ്ങനെയുള്ള ഭരണാധികാരികൾക്ക്, അങ്ങനെയുള്ള ജനവിഭാഗങ്ങൾക്ക്, ശത്രുക്കൾക്ക് അവരെ പേടിയായിരിക്കും. അവരുടെ കൽബിലൊരു പേടി ഉണ്ടാകും. അത് എത്ര വലിയ കുറഞ്ഞ സംഘമാണെങ്കിൽ പോലും അവർക്ക് ഈമാനികമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റുന്നതിൽ അവർ മുൻപിലാണെങ്കിൽ അവരെ ശത്രുക്കൾക്ക് ഒരു പേടി ഉണ്ടാകുമെന്ന് എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് സത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. നുസിർതു ബിർറുഅബി മസീറത ഷഹർ, ഒരു മാസം വഴിദൂരം മുമ്പ് തന്നെ പേടിയിട്ട് കൊടുത്തുകൊണ്ട് നബി അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളുടെ ഹൃദയത്തിൽ പേടിയിട്ട് കൊടുത്തുകൊണ്ട് എനിക്ക് സഹായമേകും. വജുഇലത് ലി അൽ അർദു മസ്ജിദൻ വതഹൂറ, ഇതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം. വജുഇലത് ലി അൽ അർദു, എനിക്ക് ഭൂമി ആക്കപ്പെടും, മസ്ജിദൻ വതഹൂറ, സുജൂദ് ചെയ്യാനുള്ള ഇടമായിക്കൊണ്ടും അതുപോലെ തന്നെ ശുദ്ധി വരുത്താനുള്ള ഒരു മാർഗമായിക്കൊണ്ടും ആക്കിത്തരും എന്നാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുഇലത് ലി എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ജുഇലത് ലി വലി ഉമ്മത്തി, എനിക്കും എന്റെ ഉമ്മത്തിനും എന്നാണ്. അതാണ് അടിസ്ഥാനം. ഏതൊരു വിഷയവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അത് ഉമ്മത്തിനും സ്ഥിരപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ് എന്നുള്ളതിന് പ്രത്യേകം തെളിവ് വേണമെന്നാണ്. തഖ്സീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ് എന്നുള്ളതിന് പ്രത്യേകം തെളിവ് വേണം. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കാര്യം അള്ളാഹു അനുവദിച്ചു കൊടുത്തു, ഒരു കാര്യം നൽകി എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള ശർഈയായ കാര്യങ്ങൾ അഥവാ അങ്ങനെയുള്ള ഇബാദത്തിന്റെ വിഷയങ്ങൾ, അങ്ങനെയുള്ള അഹ്കാമുകൾ അത് ഉമ്മത്തിന് മുഴുവനും അങ്ങനെ തന്നെയായിരിക്കും. പ്രത്യേകമാണ് എന്നുള്ളതിന് പ്രത്യേകം തെളിവ് വേണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിക്കാഹ് അത് 4-ലധികം കഴിക്കാനുള്ള അനുവാദമുണ്ട്. എന്നാൽ ഉമ്മത്തിന് അത് പ്രത്യേകമാക്കി തെളിവ് വന്നു. 4 വരെ കല്യാണം കഴിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പ്രത്യേകം തെളിവ് വന്നു. അതുകൊണ്ടാണ് അത് വന്നത്. അതല്ലെങ്കിൽ അവർക്ക് അതിൽ കൂടുതൽ കഴിക്കാമായിരുന്നു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്നത് അത് ഉമ്മത്തിനും ബാധകമാണ് എന്നതാണ് അസ്ൽ. അപ്പൊ ഇവിടെ പറഞ്ഞു ജുഇലത് ലി വലി ഉമ്മത്തി, എനിക്കും എന്റെ ഉമ്മത്തിനും അനുവദിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ജുഇലത് ലി അൽ അർളു എന്ന് പറയുന്നത് ജുഇലത് ലി വലി ഉമ്മത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജുഇലത് ലി അൽ അർളു മസ്ജിദ, ഭൂമിയെ മസ്ജിദാക്കി എന്നാണ് പറഞ്ഞത്. എന്താണ് മസ്ജിദ് എന്ന് പറഞ്ഞാൽ? മസ്ജിദ് എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട്. ഒന്ന്, നമ്മൾ ഈ ഇരിക്കുന്നത് മസ്ജിദാണ്, ഈ ഇരിക്കുന്നത് മസ്ജിദാണ്. അഥവാ അത് അതൊരു ഖാസ് ആയിട്ടുള്ള അർത്ഥമാണ്. പ്രത്യേക അർത്ഥമായി സൂചിപ്പിച്ചാൽ അത് നമ്മൾ സാധാരണ വഖഫ് ചെയ്തിട്ടുള്ള, അങ്ങനെ ചുറ്റിയിട്ടുള്ള ഒരു മതിലൊക്കെ കെട്ടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ മറിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന വഖഫ് ചെയ്തിട്ടുള്ളത് അത് മസ്ജിദ്. അതിന് അതിൻ്റെതായ അഹ്കാമുകളുണ്ട്, അതിനതിൻ്റെതായ വിധിവിലക്കുകളുണ്ട്. അവിടെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്, അവിടെ മാത്രം ചെയ്താൽ ശരിയാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഇഅ്തികാഫ് പോലെയുള്ള അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ അർത്ഥത്തിലല്ല. മൗളിഉ സുജൂദ്, സുജൂദ് ചെയ്യുന്ന ഇടം എന്ന അർത്ഥത്തിലാണ്. അതോ നിനക്ക് ഭൂമിയിൽ എവിടെയും സുജൂദ് ചെയ്യാം, ആ അർത്ഥത്തിലുള്ള മസ്ജിദാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിനക്ക് സുജൂദ് ചെയ്യാൻ സഹിഹാകും. സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്ന വാക്ക്, മസ്ജിദ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അങ്ങനെയാണ്. സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നാണ് വാക്കിന്റെ അർത്ഥം. അഥവാ ഇസ്മു മക്കാനാണ്. സജദ എന്ന വാക്കിന്റെ ഇസ്മു മക്കാനാണ്, അഥവാ ആ പ്രവൃത്തി ചെയ്യുന്ന സ്ഥലം മസ്ജിദ്. അപ്പൊ ആമായിട്ടുള്ള അർത്ഥം, പൊതു അർത്ഥം എന്ന് പറഞ്ഞാൽ എവിടെയും അത് സുജൂദ് ചെയ്യുന്ന ഒരു സ്ഥലം അത് മസ്ജിദാണ്. ഒരാൾ ഒരു നിലത്ത് സുജൂദ് ചെയ്ത് നമ്മൾ പറയും അതൊരു മസ്ജിദാണ്, അതാ മസ്ജിദ്. അയാൾ അവിടെ സുജൂദ് ചെയ്തു, അതുകൊണ്ടാണ് പറയുന്നത് സുജൂദ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലത്തിന് മസ്ജിദ് എന്ന് പറയും. പൊതു അർത്ഥത്തിൽ അങ്ങനെ പറയും. അത് ഖാസായിട്ട് പ്രത്യേക അർത്ഥത്തിൽ നമ്മൾ പറയുന്ന മസ്ജിദ്. അപ്പൊ ഇവിടെ പൊതു അർത്ഥമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. വജുഇലത് ലി അൽ അർളു മസ്ജിദൻ വതഹൂറ, അതുപോലെ തന്നെ ശുദ്ധി വരുത്താൻ. ഇവിടെ അതിനു മുമ്പ് മസ്ജിദ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു ഭൂമിയിൽ എല്ലായിടത്തും നിസ്കരിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ അത് അലൽ ഇത്ലാഖ് അല്ല, നിരുപാധികമായിട്ടല്ല. മറ്റു ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ഹദീസുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 4 സ്ഥലങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാണ്. 4 സ്ഥലങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാണ്. ഒന്ന്, നജസുള്ള സ്ഥലങ്ങൾ. നജസുള്ള സ്ഥലങ്ങൾ നമുക്ക് നിസ്കരിക്കാൻ പാടില്ല. അത് നിസ്കാരത്തിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ്. നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്ത് നജസ് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ ഭൂമിയിൽ എവിടെ വേണമെങ്കിലും നിസ്കരിക്കാന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നജസ് ഉണ്ടെങ്കിൽ അത് മസ്ജിദിലാണെങ്കിൽ തന്നെ നിസ്കരിക്കാൻ പറ്റുകയില്ല. ഇങ്ങനെയുള്ള മസ്ജിദുകളിലാണെങ്കിൽ തന്നെ നജസ് ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് നിസ്കരിക്കാൻ പറ്റുകയില്ല. നമ്മൾ നിൽക്കുന്ന ഇടം മുതൽ നെറ്റിത്തടം വരെയുള്ള, നമ്മൾ സുജൂദ് ചെയ്താൽ എവിടെ എത്തും, ആ ഭാഗത്ത് എവിടെയും നജസ് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അത് നജസുള്ള സ്ഥലം ഒന്നാമത് ഇതിൽ നിന്ന് ഒഴിവാണ്. അത് എവിടെയാണെങ്കിലും അങ്ങനെ തന്നെ. രണ്ടാമത്തേത് അൻ യകൂന الصلاة في هذا الموضع ذريعة للشرك كالمقبرة, ഷിർക്കിലേക്ക് എത്തുന്ന സാധ്യതയുള്ള സ്ഥലങ്ങൾ, മക്ബറ പോലെയുള്ള. ഇപ്പൊ മക്ബറയിലൊക്കെ നമ്മൾ സുജൂദ് ചെയ്താൽ
അത് ഷിർക്കിലേക്ക് എത്തുന്ന വഴിയാണ്. അത് ഷിർക്കെന്നാരും പറയുകയില്ല. ഒരാൾക്ക് ആ വിശ്വാസമില്ലാതെ ചെയ്താൽ അത് ഷിർക്കല്ല. പക്ഷെ അത് ഷിർക്കിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. കാരണം അത് മക്ബറയിലുള്ള ആളുകളോട് സുജൂദ് ചെയ്യുന്നതിനോട് സാദൃശ്യം വരും. അതുകൊണ്ട് തന്നെ മക്ബറയുള്ള സ്ഥലങ്ങളിൽ, മക്ബറയുള്ള ഇപ്പൊ മസ്ജിദ് എന്ന് പറഞ്ഞിട്ട് ഒരു മക്ബറ ഉണ്ടാക്കിയാലും മക്ബറയോടുകൂടി ചേർത്ത് വെച്ചിട്ടുള്ള മസ്ജിദ് ആണെങ്കിൽ പോലും അവിടെ നമുക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല. അപ്പൊ മക്ബറയുള്ള സ്ഥലങ്ങളിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. ഇനി മക്ബറ തന്നെ വേണമെന്നില്ല. ഇപ്പൊ ഒരു സ്ഥലത്ത് നമ്മൾ സുജൂദ് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് അവിടെ ഒരു കുരിശുണ്ട് എന്ന് കരുതുക, അവിടെ നമുക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ഒരു ബിംബത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു അമ്പലമുറ്റമാണ്, അവിടെ നേരെ മുന്നിൽ വലിയൊരു പ്രതിഷ്ഠയും ബിംബവും ഒക്കെ ഉണ്ട്, അവിടെ നമുക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല. കാരണം അത് അതിനെ സുജൂദ് ചെയ്യുന്നത് പോലെയാകും. നമ്മൾ അതിന് മനസ്സിൽ ആ വിശ്വാസം ഇല്ലെങ്കിൽ പോലും, നമ്മൾ പൂർണ്ണമായി തൗഹീദ് ഉൾക്കൊണ്ട ആളുകളാണെങ്കിൽ പോലും ഇങ്ങനെ ഷിർക്കിലേക്ക് നയിക്കുന്ന സ്ഥലങ്ങളിൽ സുജൂദ് അനുവദിക്കപ്പെടുകയില്ല. അപ്പൊ അത് രണ്ടാമത്തെ കാര്യം, അത് അതിൽ നിന്നും ഒഴിവാണ് എന്നുള്ളതാണ്. മൂന്നാമതായി പണ്ഡിതന്മാർ പറഞ്ഞത് നജസ് ഉണ്ട് എന്ന് തോന്നുന്ന സ്ഥലങ്ങളും ഒഴിവാക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹമ്മാമിൽ, കുളിമുറിയിൽ നിസ്കരിക്കുന്നത് വിരോധിച്ചിട്ടുണ്ട്. കുളിമുറിയിൽ പൊതുവെ കുളി മാത്രമേ നടക്കുകയുള്ളൂ, മലമൂത്ര വിസർജനങ്ങൾ അവിടെ നടക്കുകയില്ല. എങ്കിൽ പോലും കുളിമുറിയിൽ നിസ്കരിക്കുന്നത് വിരോധിച്ചിട്ടുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് നജസ് ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങനെ സാധ്യത തോന്നുന്ന സ്ഥലത്ത് പോയി നിസ്കരിക്കേണ്ടതില്ല. അതും ഇതിൽ നിന്ന് ഒഴിവാണ്. നജസ് ഉണ്ടായേക്കുമെന്ന് തോന്നുന്ന ഒരു സ്ഥലം, അവിടെയും പോയി നമ്മൾ നിസ്കരിക്കേണ്ടതില്ല. അതാണ് ഈ മൂന്നാമത്തെ ഇനം. നാലാമത്തത് ഒട്ടകത്തിന്റെ മേച്ചിൽപ്പുറങ്ങളാണ്. ഒട്ടകത്തിന്റെ മേച്ചിൽപ്പുറങ്ങളിൽ നിസ്കരിക്കരുത് എന്ന് പ്രത്യേകം നഫ്സ് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലു ഫീ മറാബിദിൽ ഗനം, നിങ്ങൾ ആട്ടിന്റെ മേച്ചിൽപ്പുറങ്ങളിൽ നിസ്കരിച്ചുകൊള്ളുക. വലാ തുസല്ലു ഫീ മആത്തിനിൽ ഇബിൽ, ഒട്ടകത്തിന്റെ മആത്തിനിൽ നിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല. ഒട്ടകത്തിന്റെ മആത്തിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ആളുകൾ പറഞ്ഞു ഒട്ടകം അത് അവിടെ കഴിയുന്ന, സാധാരണ ഒരു ഷെഡ് കെട്ടിയിട്ട് അതിലാണ് ഒട്ടകം കഴിയുന്നതെങ്കിൽ അവിടെയാണ് മആത്തിൻ. ചിലർ പറഞ്ഞു ഒട്ടകം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് മാറി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്, അതിന് പൊതുവെ അങ്ങനെ ഒരു ശൈലി ഉണ്ട് അത്രേ. അത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് അത് മാറിയ ഒരു സ്ഥലത്ത് നിൽക്കും, പിന്നീട് മലമൂത്ര വിസർജനങ്ങളൊക്കെ ചിലപ്പോൾ അവിടെയാണ് നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒട്ടകത്തിന്റെ വിഷയത്തിൽ പ്രത്യേകം പറഞ്ഞതാണ്. അതൊരിക്കലും തന്നെ ഒട്ടകത്തിന്റെ വിസർജ്യങ്ങൾ നജസായത് കൊണ്ടല്ല. ഒട്ടകത്തിന്റെ വിസർജ്യം നജസല്ല. കാരണം ഒരു രോഗത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിന്റെ മൂത്രം കുടിക്കാൻ പറഞ്ഞത് സ്വഹീഹായ ഹദീസിൽ വന്നതാണ്. അഥവാ നമുക്ക് കഴിക്കാൻ യോഗ്യമായ, ഇറച്ചി കഴിക്കൽ അനുവദനീയമായ മൃഗങ്ങളുടെ വിസർജ്യങ്ങൾ നജസല്ല. ഇതറിയപ്പെട്ട കാര്യമാണ്. പാട്ടിൻ കാഷ്ടമാകട്ടെ, അതുപോലെ തന്നെ ഗോമൂത്രമാകട്ടെ, ഇതൊന്നും നജസായ കാര്യമല്ല. ഇതൊന്നും നജസായിട്ടുള്ള കാര്യമല്ല. പക്ഷേ നമ്മൾ നജസ് ഇതിവിടെ വിരോധിക്കപ്പെട്ടത്, അത് പല വ്യാഖ്യാനങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പിശാചിന്റെ വിഹാര കേന്ദ്രമാണ്, അങ്ങനെ പല രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഇത് പ്രത്യേക നസ് വന്നതാണ്. അപ്പൊ ഈ സ്ഥലത്തും ഒട്ടകത്തിന്റെ മേച്ചിൽപ്പുറങ്ങളിലും അതിന്റെ മവാത്തിനിലും നമ്മൾ നിസ്കരിക്കൽ പാടില്ല. അപ്പൊ 4 സ്ഥലങ്ങളിൽ ഇത് ഒഴിവാണ് എന്ന് മനസ്സിലാക്കണം. ജുഇലത് ലിയൽ അർദു മസ്ജിദൻ എന്ന് പറഞ്ഞാൽ അത് ഇല്ല അർബഅ, ഈ 4 സ്ഥലങ്ങളെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അതല്ലാത്ത ഏതൊരു സ്ഥലത്തും നമുക്ക് നിസ്കരിക്കാം. ഇപ്പൊ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നമുക്ക് നിസ്കരിക്കാം. അവിടെ ഈ പറയപ്പെടുന്ന നജസ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അതാണ് അവിടെ ഉണ്ടെങ്കിൽ സാധ്യത. പൊതുവെ ഉണ്ടാകാറില്ല, അതുകൊണ്ട് നമുക്ക് അവിടെ നിസ്കരിക്കാം. ഇനി ട്രെയിനിന്റെ അകത്ത് നമുക്ക് നിസ്കരിക്കാം. എവിടെ ആയാലും, നമ്മളൊരു മരുഭൂമിയിൽ യാത്ര പോയാൽ അവിടെ നിർത്തി നിസ്കരിക്കാം. അല്ല നമ്മൾ സാധാരണ നാട്ടിലൊരു സ്ഥലത്ത് യാത്ര പോയാലും അവിടെ നിസ്കരിക്കാം. ഇത് ഈ ഉമ്മത്തിന് മാത്രം പ്രത്യേകത ഉള്ളതാണ്. കഴിഞ്ഞ ഉമ്മത്തിൽ അങ്ങനെ ആയിരുന്നില്ല എന്നാണ്. കഴിഞ്ഞ ഉമ്മത്തിൽ അഥവാ അന്നുണ്ടായിരുന്ന മുസ്ലിമീങ്ങൾ, ഓരോ നബിമാരുടെ കാലത്തും അന്ന് ജീവിച്ചിരുന്ന ആളുകൾ ആ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങളാണ്. അത് മൂസ അലൈഹി സ്വലാമിന്റെ ഖൗമ് ആകട്ടെ, ഈസാ അലൈഹി സ്വലാമിന്റെ ഖൗമാകട്ടെ, അവർക്കൊക്കെ നിസ്കാരമുണ്ട്. അവർ നിസ്കരിക്കുന്ന സമയത്ത് അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഖനീസകളിൽ, അവരുടെ മസ്ജിദുകളിൽ അതിൽ തന്നെ നിസ്കരിക്കണമെന്നാണ്. അതല്ലാതെ ഒരു യാത്ര പോകുന്ന സമയത്ത് അവർക്ക് അവിടെ വെച്ച് നിസ്കരിക്കാൻ പറ്റുകയില്ല. എല്ലാം കൂടി ഏതെങ്കിലും ഒരു മസ്ജിദിലേക്ക് എത്തിയിട്ട് തന്നെ നിസ്കരിക്കണം എന്നൊരു രീതിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു എളുപ്പമാക്കി. നമ്മൾ യാത്രയിലായാലും എവിടെയായാലും സമയമായാൽ നമുക്ക് അവിടെ വെച്ച് നിസ്കരിക്കാം എന്നുള്ള ഒരു എളുപ്പം ഉണ്ടാക്കി. ജുഇലത് ലിയൽ അർദു മസ്ജിദൻ വതഹൂറ, അതാണ് നമ്മുടെ വിഷയം. തഹൂർ അയ്യതതഹറു ബിഹി, അതിൽ നമുക്ക് ശുദ്ധി വരുത്താം. ഇത് ശുദ്ധി വരുത്താം. ഈ ഒരു ജുംലയാണ്, ഈ ഒരു വാക്ക് വന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഏത് തരം ഭൂമിയായാലും അത് തയമ്മുമിന് ഉതകുമെന്ന് പറയാൻ തെളിവായിച്ചെടുത്തത് ഈ ഹദീസാണ്. കാരണം ഇതിൽ ജുഇലത് ലിയൽ അർള് എന്നേ പറഞ്ഞിട്ടുള്ളൂ, ഭൂമി എന്നേ പറഞ്ഞിട്ടുള്ളൂ. പൊടിമണ്ണ് വേണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല, മണ്ണ് തന്നെ വേണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഭൂമിയിൽ ഉണ്ടാകുന്ന മുഴുവൻ കാര്യങ്ങളിലും, ഭൂമിയിൽ നിന്ന് വരുന്ന മുഴുവൻ കാര്യങ്ങളിലും, അത് പൊടിമണ്ണാകട്ടെ, ചരളാകട്ടെ, അങ്ങനെയുള്ള കല്ലാകട്ടെ, മണലാകട്ടെ, അങ്ങനെ ഭൂമിയിൽ ഉണ്ടാകുന്ന വസ്തുക്കൾ ഏതുമാകട്ടെ, അതിലെല്ലാം തന്നെ നമുക്ക് തയമ്മും ചെയ്യാം. അത് പൊടി ഉണ്ടായാലും ശരി, പൊടി ഇല്ലെങ്കിലും ശരി. അതിന്റെ അഫ്ളലിയത്ത്, അതിന്റെ തർത്തീബ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പൊ അത് ഭൂമിയിലുള്ള ഏതിലും
നമുക്ക് ചെയ്യാമെന്നുള്ളതിനുള്ള തെളിവായിട്ടാണ് പണ്ഡിതന്മാർ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഹദീസിൽ ഒരു ഫായിദ നമ്മൾ പറയാൻ വിട്ടിരുന്നു. അഥവാ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദർബത്തൻ ഒന്ന് അടിച്ചു എന്ന് നമ്മൾ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു അങ്ങനെ അടിക്കുക എന്നുള്ളത് മുസ്തഹബായ കാര്യമാണ്. എന്താണ് അടിക്കുക എന്ന് മുസ്തഹബ എന്ന് പറഞ്ഞത്? അങ്ങനെ അടിക്കാതെയും ഒരാൾക്ക് ചെയ്യാം. അത് പൊടിയുള്ള ഒരു സ്ഥലത്ത് അടിക്കാതെ വെറുതെ കൈ വെച്ചെടുക്കാം, ഇത് അനുവദനീയമാണ്. പക്ഷെ അടിക്കുക എന്നുള്ളത് മുസ്തഹബായ ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ ഹദീസ് ഉണ്ടായിട്ടും അത് മുസ്തഹബാണ് നമ്മൾ പറയുന്നത്? കാരണം വേറൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു ചുമരിൽ ഇങ്ങനെ കൈ വെച്ച് എടുത്തിട്ട് തയമ്മം ചെയ്തതായും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇസ്തിഹബാബിനാണ്, അഥവാ നിർബന്ധമല്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, മുസ്തഹബാണ് എന്നുള്ളത്. ഇതാണ് തയമ്മുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഫായിദകൾ. ഇതോടുകൂടി ബാബു തയമ്മും അവസാനിച്ചു. ഇനി കിതാബു തഹാറയിലെ അവസാനത്തെ അധ്യായം. നമ്മൾ പറഞ്ഞു ഒരുപാട് കിതാബുകളുണ്ട്. കിതാബു തഹാറ, കിതാബു സല, കിതാബു സക, കിതാബു സൗം, കിതാബുൽ ഹജ്ജ്. ആ രൂപത്തിൽ ഒരുപാട് വലിയ വലിയ അധ്യായങ്ങൾക്കാണ്, ഒരുപാട് അബ്വാബുകൾ ഉൾക്കൊള്ളുന്ന ഭാഗങ്ങൾക്കാണ് കിതാബ് എന്ന് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ പറയുക. അപ്പൊ അതിലെ ആദ്യത്തെ വലിയ ഭാഗം കിതാബു തഹാറ, അതിലെ അവസാനത്തെ അധ്യായമാണ് അടുത്തത് ബാബുൽ ഹൈൽ, ഹൈലിന്റെ അധ്യായം. അഥവാ സ്ത്രീകളുടെ ആർത്തവ രക്തവുമായി ബന്ധപ്പെട്ട മസ്അലകൾ വിശദീകരിക്കുന്ന അധ്യായമാണ് ഇത്. ഈ അധ്യായത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് ഹുവ അസ്ഹാബു അബ്വാബിൽ ഫിഖ്, ഫിഖ്ഹിന്റെ അധ്യായങ്ങളിൽ ഏറ്റവും പ്രയാസമുള്ള അധ്യായം എന്നാണ് പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹി പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഫിഖ്ഹിന്റെ അധ്യായങ്ങളിൽ ഏറ്റവും മുഷ്കിലായ ഒരു അധ്യായം, ഒരുപാട് ഇഷ്കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിപ്പോകുന്ന അധ്യായം. പല പണ്ഡിതന്മാരും ഇമാം മുഹമ്മദ് റഹിമഹുല്ലാഹി പോലെയുള്ള ആളുകളെ കുറിച്ച് പറയപ്പെടുന്നത് വർഷങ്ങളോളം അദ്ദേഹം ഈ വിഷയത്തിലുള്ള മസ്അലകൾ തഹ്ഖീഖ് ചെയ്യുന്നതിന്, അതിന് കൃത്യമായ ഒരു രൂപകൽപ്പന ഉണ്ടാക്കുന്നതിന് അദ്ദേഹം പരിശ്രമിച്ചു എന്നാണ്. അത് അത്രയും പ്രയാസമുള്ള ഒരു മസ്അലയാണ് ഇതിലുണ്ടാകുന്നത്. അഥവാ ഫിഖുൽ ഇബാദാത്തിൽ ഇത് ഏറ്റവും പ്രയാസപ്പെട്ട ഒരു അധ്യായങ്ങളിൽപ്പെട്ട ഒരു അധ്യായമായിട്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളും കാണാൻ സാധിക്കും. ചില മസ്അലകൾ കാരണം ഇതെന്തുകൊണ്ടാണ് ഇത്രയും വലിയ മുഷ്കിലാണെന്ന് പറയാൻ കാരണം ഇതിൽ ചർച്ച ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സുന്നത്തായ ഒരു കാര്യമായിരിക്കുകയല്ല ബന്ധപ്പെടുന്നത്. കാരണം ഒരു സ്ത്രീയുടെ നിസ്കാരവും നോമ്പും പോലെയുള്ള അവരുടെ അർക്കാനുൽ ഇസ്ലാമിൽപ്പെട്ട കാര്യങ്ങൾക്ക് വിധി വരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ എളുപ്പം ഒരാൾക്ക് ഇത് ഫത്വ പറയാൻ പറ്റുകയില്ല. നന്നായി പഠിച്ചിട്ടല്ലാതെ, അറിവില്ലാതെ ഒരിക്കലും നമുക്കിത് വിഷയത്തിൽ സംസാരിക്കാൻ സാധിക്കുകയില്ല. ഒരു ദിവസത്തിൽ ആ സ്ത്രീ അന്ന് അവൾ ഹൈലായിട്ടാണ് ഒരു പണ്ഡിതൻ ഫത്വ കൊടുക്കുന്നതാണെങ്കിൽ അവൾക്ക് 5 നേരത്തെ നിസ്കാരം പറ്റില്ല. അത് റമളാനാണെങ്കിൽ അന്നത്തെ നോമ്പ് പറ്റുകയില്ല. അറിവില്ലാതെ ഒരാൾ പറഞ്ഞാൽ അവൾ 5 നേരത്തെ നിസ്കാരമാണ് നഷ്ടപ്പെടുന്നത്. കാരണം ഇത് പിന്നീട് കളാ പൊട്ടുന്ന ഒരു കാര്യമല്ല നിസ്കാരം. അറിവില്ലാതെ ഈ വിഷയത്തിൽ സംസാരിക്കുന്ന പണ്ഡിതന്മാർ ഏറെ ഭയപ്പെട്ടിരുന്നു. അതുപോലെ നോമ്പിന്റെ വിഷയം. അതുകൊണ്ടാണ് ഇങ്ങനെ മുഷ്കിലായിട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ എന്തെങ്കിലും ഒരു സുന്നത്താണെങ്കിൽ അത് ചെയ്താലും ശരി ഇല്ലെങ്കിലും ശരി നമുക്കത് ആ വിഷയത്തിൽ പഠിക്കണം. പക്ഷെ അതിലൊരു അബദ്ധം സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ ഇതിൽ നമ്മൾ അറിയാതെ മനസ്സിലാക്കാതെ ഇത് പ്രവർത്തിച്ചാൽ വലിയ അബദ്ധങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും മുഷ്കിൽ ഉണ്ടാക്കാനുള്ള കാരണം പണ്ഡിതന്മാർ പറയുന്നു, അത് ഈ വരുന്ന രക്തം അത് ഹൈലാണോ അതല്ല ഇസ്തിഹാവത്താണോ, ആർത്തവമാണോ അതല്ല രക്തസ്രാവമാണോ എന്ന് വേർതിരിച്ചറിയാൻ ഉള്ള പ്രയാസം കാരണമാണ്. അവർ പറഞ്ഞു ഇതിൽ 3 തരത്തിൽ ഇതിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഒന്ന് ഒരു രീതി എന്ന് പറഞ്ഞാൽ നൗഉൻ തജ്ജിമുൽ മർഅ വയജ്ജിമുൽ മുഫ്തി ഇൻ സുഇല അൻഹു ബിഅന്നഹു മിനൽ ഹൈൽ. ഇത് ആർത്തവം ഉണ്ടാകുന്ന സ്ത്രീക്കും ചോദിക്കപ്പെടുന്ന മുഫ്തിക്കും വ്യക്തമായി മനസ്സിലാക്കുന്നത് ഹൈലാണ്. അതിനുള്ള ലക്ഷണങ്ങളും സാധ്യതകളൊക്കെ മനസ്സിലാക്കുന്ന ഒരു സൂറ, അങ്ങനെ ഒരു ചിത്രം ഉണ്ടാകും. അത് വ്യക്തമായി ഹൈലാണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ അവർക്ക് വിഷയം വളരെ എളുപ്പമായിരിക്കും. രണ്ടാമത്തേത് ലാ തജ്ജിമുൽ മർഅ വലൽ മുഫ്തി അൽ മസ്ഊലു അലാ അന്നഹു ലൈസ ബിഹൈൽ. അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, ഇത് ഹൈലാണോ അല്ലേ എന്ന് രണ്ടുപേർക്കും പറയാൻ പറ്റാത്ത അവസ്ഥ. ഇത് വിശദീകരിക്കുന്ന സ്ത്രീകൾക്കോ ചോദിക്കപ്പെട്ട പണ്ഡിതന്മാർക്കോ വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യം. മൂന്നാമത്തത്, ഇതിലാണ് മുഷ്കിലുള്ളത്, ഇത് ഹൈലാണോ നിഫാസാണോ എന്ന് തോന്നുന്ന രൂപത്തിൽ രണ്ടിനുള്ള സാധ്യതകളും അതിലുണ്ടാകും. ഇത് കാരണത്താൽ ഇതിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു ഫിഖ്ഹിൽ ഇങ്ങനെ വ്യത്യസ്ത സ്ത്രീകൾക്കുള്ള അവരുടെ ഹൈലുമായി ബന്ധപ്പെട്ട അഹ്കാമുകൾ, അങ്ങനെയുള്ള അതിന്റെ വിഷയങ്ങൾ 100ഓളം മസ്അലകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. 100ഓളം ഹാലുകൾ, 100ഓളം അവസ്ഥകൾ. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഒരേ അവസ്ഥയായിരിക്കില്ല. പല വിഷയങ്ങളിൽ പല അവസ്ഥകളുമുണ്ട്. ഇതിലാണെങ്കിൽ പണ്ഡിതന്മാർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസവുമുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പോലെയുള്ള ആളുകൾ അവർ ഇതിനെ വളരെ ഒരു എളുപ്പമുള്ള രൂപത്തിൽ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മദ്ഹബിൽ ഇത് നമുക്ക് അതിന് ഒരുപാട് മസ്അലകൾ അതിന്റെ താഴെ കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ മനസ്സിലാക്കുക.
ഇതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും വലിയ വലിയ പ്രയാസകരമായ ചോദ്യങ്ങളുമെല്ലാം എല്ലാം അറിവുള്ള വലിയ പണ്ഡിതന്മാരിലേക്കാണ് നമ്മൾ മടക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഈ ഹദീസ് വായിക്കുന്നതിന് മുമ്പ് ഇവിടെ ഷെയ്ഖ് അബ്ദുസ്സലാം അശ്ശുഐർ ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, തുടക്കത്തിൽ നമ്മൾ രണ്ട് കാര്യം നമ്മൾ തുടക്കത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ ഹൈൽ ഉണ്ടാകുന്ന സ്ത്രീകൾ അവർ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് അൽ മർഅത്തുൽ മുഅ്താദ, മറ്റൊന്ന് അൽ മർഅത്തുൽ മുമയ്യിസ. ഹൈലും അതല്ല ഇസ്തിഹാളത്താണോ എന്ന് വേർതിരിച്ച് അറിയാൻ സാധിക്കുന്ന സ്ത്രീകൾ, അതാണ് അൽ മർഅത്തുൽ മുമയ്യിസ. എല്ലാ സ്ത്രീകളും അങ്ങനെ ആയിരിക്കുകയില്ല. അവരിൽ നിന്ന് വരുന്ന രക്തം അത് ഹൈലാണോ അതല്ല രക്തസ്രാവമാണോ എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന, അതിന്റെ അടയാളങ്ങളുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന സ്ത്രീകൾ ഉണ്ടാകും. ഒന്ന് അൽ മർഅത്തുൽ മുഅ്താദ, ഓരോ മാസത്തിലും ഇത്ര ദിവസമാണ് ഹൈൽ ഉണ്ടാകുക എന്ന് കൃത്യമായി കണക്കുള്ള സ്ത്രീകളും ഉണ്ടാകും. 5 ദിവസമാണ്, 6 ദിവസമാണ്, 7 ദിവസമാണ് എന്നുള്ള കണക്ക് കൃത്യമായിട്ടുള്ള സ്ത്രീകളും ഉണ്ടാകും. അപ്പൊ ഈ രണ്ട് രൂപത്തിലുള്ള ഇതിനെക്കുറിച്ച് നമ്മൾ തുടക്കത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് അൽ മർഅത്തുൽ മുമയ്യിസ എന്ന് പറഞ്ഞാൽ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹൈലും മറ്റു രക്തവും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അവരിൽ നിന്ന് പുറത്തു വരുന്ന രക്തം അതിന്റെ ചില അടയാളങ്ങൾ കാരണത്താൽ, അടയാളങ്ങൾ ഇൻഷാ അല്ലാഹ് പറയാം, ആ അടയാളങ്ങൾ കാരണത്താൽ അത് ഹൈലാണോ അതല്ല ഇസ്തിഹാവത്താണോ രക്തസ്രാവമാണോ എന്ന് വ്യക്തമായി പറയാൻ പറ്റുന്ന സ്ത്രീകളാണ് അവർ. അപ്പോൾ അതിൽ 3 കാര്യങ്ങളാണ് ഒരു ഹൈലും, പ്രധാനമായും 3 കാര്യങ്ങളാണ് അത് ഹൈലാണോ അതല്ല ഇസ്തിഹാവത്താണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഒന്ന് അതിന്റെ ലൗനാണ്, അതിന്റെ കളർ കൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2 അതിന്റെ വജ്അ്, അവർക്ക് വേദന അനുഭവപ്പെടുക എന്നുള്ള വിഷയത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 3 റായിഹ, അതിന്റെ ഗന്ധം കൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. വേറെയും ചില കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്, എന്നാലും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഇതാണ്. ഈ രൂപത്തിൽ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കും. വേറെ ചില കാര്യങ്ങളായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, അഥവാ ഹൈലിന്റെ രക്തം എന്ന് പറയുന്നത് അത് സാധാരണ രക്തം പോലെയല്ല, അല്പം കട്ടി കൂടിയ രക്തമായിരിക്കും. എന്നാൽ അതല്ലാത്ത ഇസ്തിഹാളത്തിന്റെ രക്തം എന്ന് പറയുന്നത് അത് നമ്മുടെ ശരീരത്തിൽ മറ്റു ഭാഗങ്ങളിൽ പൊട്ടിയുണ്ടാകുന്ന രക്തം പോലെ ആയിരിക്കും. അതിനോടാണ് സാമ്യത. അതുപോലെ തന്നെ ഹൈലിന്റെ രക്തം എന്ന് പറയുന്നത് അത് വേഗം കട്ട പിടിക്കുകയില്ല. കാരണം സാധാരണ രക്തത്തിന്റെ രൂപമല്ല, അത് പെട്ടെന്ന് കട്ട പിടിക്കുന്ന രൂപത്തിലല്ല. എന്നാൽ ഇസ്തിഹാളത്തിന്റെ രക്തം നമ്മുടെ സാധാരണ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവ് വന്നാൽ അത് രക്തം പോയി പിന്നീട് കട്ട പിടിക്കുന്നത് പോലെ കട്ട പിടിക്കുന്നതായിരിക്കും. ഇങ്ങനെയുള്ള വ്യത്യസ്ത രൂപത്തിൽ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഒരാൾക്ക് ഹൈലും ഇസ്തിഹാളത്തും മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ കൃത്യമായി തന്റെ രക്തത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന സ്ത്രീകൾക്കാണ് അൽ മർഅത്തുൽ മുമയ്യിസ എന്ന് പറയുന്നത്. ഇതെല്ലാ സ്ത്രീകൾക്കും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. കാരണം ചില സ്ത്രീകൾ അവരുടെ ഹൈലും അവരുടെ ഇസ്തിഹാളത്തും ഒരുപോലെ തോന്നും. അതുകൊണ്ടാണ് ഇത് ഈ വിഷയത്തിൽ വലിയ ഇഷ്കാലുകൾ വരുന്നത്. നമ്മൾ പറയുന്ന വേർതിരിവ് എല്ലാ സ്ത്രീകൾക്കും അവരുടെ രക്തത്തിന്റെ കാര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഇനി ഹൈദിന്റെ രക്തമാണെങ്കിൽ തന്നെ പണ്ഡിതന്മാർ പറയുന്നു 5 രൂപത്തിൽ അതിന്റെ രക്തത്തിന്റെ നിറങ്ങൾ വരാം. ഒന്ന് അൽ ഹുംറത്തു, ഒന്ന് അൻ യകൂന ദാഖിനൻ ജിദ്ദൻ ഖരീബൻ മിൻ ലൗനി സവാൻ, കറുപ്പിനോടടുത്ത വളരെയധികം കറുത്തിട്ടുള്ള നിറത്തിലുള്ള രക്തം വരാം. ഇത് ഹൈദിന്റെ രക്തമാണ്. 2 അൽ ഹുംറത്തു ഷദീദ, ശക്തമായ ചുവപ്പുള്ള ഒരു കളറും വരാം. ഇതും ഹൈദിന്റെ കളറിൽപ്പെട്ട കളറാണ്. ഇതും ഉണ്ടാകാം, കാരണം ഓരോരുത്തർക്കും വ്യത്യസ്തപ്പെടും. 3 അൽ ഹുംറത്തുൽ ഖഫീഫ, അത്ര കടുപ്പമല്ല എങ്കിലും അതിനോട് കുറച്ച് കുറഞ്ഞ രൂപത്തിലുള്ള ഒരു ചുവപ്പ്, അത്ര ചുവപ്പല്ല എങ്കിലും കുറച്ച് ഇളം ചുവപ്പായിട്ടുള്ള കാര്യം. 4 അൽ ഖുദ്റ. അൽ ഖുദ്റ എന്ന് പറഞ്ഞാൽ അത് ചുവപ്പിന്റെയും കറുപ്പിന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു രൂപമാണ്. അതിന് ചില മസലകളുണ്ട്. 5 പണ്ഡിതന്മാർ പറഞ്ഞു അസ്സുഫ്ര, അഥവാ ദമുൻ അസ്ഫർ, ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു രക്തമാണത്. ഇതെല്ലാം ഹൈലിന്റെ വ്യത്യസ്ത നിറങ്ങളായിട്ടാണ് പണ്ഡിതന്മാർ അത് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ മാലിക്കി മദ്ഹബിൽ 6ാമതായിട്ട് അവരൊന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് അൽ ഖസ്സത്തുൽ ബൈള, വെള്ള നിറത്തിലുള്ള ഒരു രക്തം, വെള്ള നിറത്തിലുള്ള ഒരു ദ്രാവകം. യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ അത് അലാമത്തു തുഹുർ, ശുദ്ധിയുടെ അടയാളമായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അത് മിൻ അൽവാനിൽ ഹൈൽ അല്ല, ഹൈലിന്റെ നിറങ്ങളിൽ പെട്ടതല്ല, മറിച്ച് അത് മിൻ അലാമത്ത് തുഹുർ, ശുദ്ധിയുടെ അടയാളമായിട്ടാണ് അത് മനസ്സിലാക്കേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 1ാമത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കളർ നോക്കിയിട്ട് മനസ്സിലാക്കാം. ഇനി അതല്ല എങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ അവർക്ക് അതിന്റെ വേദന അനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഹൈലിന്റെ രക്തം അത് പുറപ്പെടുന്ന സമയത്ത് അവർക്ക് അതൊരു വേദന കൂടി അതിനോടൊപ്പം ഉണ്ടാകുമെന്നാണ്. അപ്പൊ ആ വേദന നോക്കി, വേദന ഉണ്ട് എന്നുള്ള കാരണത്താൽ ചില സ്ത്രീകൾക്ക് മനസ്സിലാക്കാൻ പറ്റും, അവിടെയും മനസ്സിലാക്കാൻ പറ്റാത്ത സ്ത്രീകൾ ഉണ്ടാകും. അപ്പോൾ ഇത് വേദനയോടുകൂടി വരുന്നത് അത് ഹൈലാണ്, അത് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. 3 അൻ തൂജദ റായിഹ, ഒരു
മണം അതിനുണ്ടാകും എന്നുള്ളതാണ്. നല്ലതല്ലാത്ത രൂപത്തിലുള്ള ഒരു ഗന്ധം അതിനുണ്ടാകും. ഇതെല്ലാം അത് വേർതിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ടാകുക. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മൂന്നിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ദമൽ ഹൈദ്, ദമൽ ഹൈദ് എന്ന് പറഞ്ഞാൽ ആർത്തവ രക്തം എന്ന് പറഞ്ഞാൽ ദമുൻ അസ്വദ്, അത് കറുത്ത രക്തമാണ്. യഅരിഫു ലഹു റായിഹ, അതിന് അതിൻ്റെതായ ഒരു ഗന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ചില റിവായത്തിൽ യുറഫു എന്ന് പറഞ്ഞിട്ടുണ്ട്, അഥവാ യുറഫു ബിൽ ഔജാഇൽ മുസാഹിബത ലഹ്, അത് പുറത്തു വരുമ്പോൾ ഒരു വേദന ഉണ്ടാകും. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും ഹദീസിൽ നിന്ന് വ്യക്തമായ കാര്യമാണ്. ഒന്ന് അതിന്റെ നിറം, രണ്ട് അതിന്റെ വേദന, മൂന്ന് അതിന്റെ ഗന്ധം. ഇതിലൂടെ ഒരു സ്ത്രീക്ക് തന്റെ രക്തം ഇസ്തിഹാവത്താണോ അതല്ല ഹൈളാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഒന്നാമത്തെ സ്ത്രീകൾ, അൽ മർഅത്തുൽ മുമയ്യിസ. ഇനി വേറെയുള്ള സ്ത്രീകൾ അൽ മർഅത്തുൽ മുഅ്താദ. എന്താണ് അൽ മർഅത്തുൽ മുഅ്താദ? ഇതെല്ലാവർക്കും ഉണ്ടാവുകയില്ല, എന്നാൽ ഭൂരിപക്ഷം ആളുകൾക്ക് ഉണ്ടാവും. അഥവാ ഓരോ മാസത്തിലും ഇത്ര ദിവസമാണ് തനിക്ക് ആർത്തവ രക്തം ഉണ്ടാകുന്നത് എന്ന കൃത്യമായ കണക്കുള്ള ആളുകൾ. അത് ചില ആളുകൾക്ക് 5 ദിവസമാകാം, 6 ദിവസമാകാം, 7 ദിവസമാകാം. പക്ഷെ അത് തെറ്റുകയില്ല, അത് കൃത്യമായി പോകുന്നത്. അത് 3 മാസമോ അല്ല അതിലധികം മാസമോ അത് തുടർച്ചയായിട്ട് അവർക്ക് അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ആ രൂപത്തിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ പണ്ഡിതന്മാർ പറയുന്നു അത് സമയം എപ്പോൾ തെറ്റിയാലും കുഴപ്പമില്ല. ചിലപ്പോൾ ചില മാസത്തിൽ 5ാമത്തെ ദിവസമാണ് തുടങ്ങുന്നതെങ്കിൽ അടുത്ത മാസം ചിലപ്പോൾ 8ാമത്തെ ദിവസം തുടങ്ങാം. പക്ഷെ അതിന്റെ എണ്ണം കണക്കായിരിക്കും. 5 തൊട്ട് 6 ആണെങ്കിൽ 11ാം തീയതി നിൽക്കും. ഇനി അതല്ല 8 തൊട്ട് 6 ആണെങ്കിൽ 14ാം തീയതി നിൽക്കും എന്നുള്ള വ്യത്യാസമല്ലാതെ അതിന്റെ സമൻ വ്യത്യാസപ്പെട്ടാലും അതിന്റെ ഖദർ, ആ രക്തം വരുന്നതിന്റെ കണക്ക് അത് വ്യത്യാസപ്പെടുകയില്ല. ഇങ്ങനെയുള്ള സ്ത്രീകൾക്കാണ് അൽ മർഅത്തുൽ മുഅ്താദ, അഥവാ ഒരു പതിവ് അനുസരിച്ചിട്ട് രക്തം വരുന്ന സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ തുടക്കത്തിൽ മനസ്സിലാക്കണം. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം പല മസ്അലകൾ മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. അതല്ലാത്ത സ്ത്രീകൾക്കാണ് പല മുഷ്കിലത്തുകളും പ്രയാസങ്ങളും വരുന്നത് എന്ന് കാണാൻ സാധിക്കും. ശരി, നമുക്ക് ഒന്നാമത്തെ ഹദീസ് വായിക്കാം. അൻ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസാണ് ഒന്നാമത്തെ ഹദീസ്. അന്ന ഫാത്തിമ ബിൻത അബി ഹുബൈഷ് സഅലത് النبي صلى الله عليه وسلم فقالت إني أستحاض فلا أطهر أفأدع الصلاة قال لا إن ذلك عرق ولكن دعي الصلاة قدر الأيام التي كنت تحيضين فيها ثم اغتسلي وصلي. وفي رواية وليست بالحيضة فإذا أقبلت الحيضة فاترك الصلاة فيها فإذا ذهب قدرها فاغسلي عنك الدم وصلي. ഇതാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അവർ പറയുകയാണ്, ഒരിക്കൽ ഫാത്തിമ ബിൻത് അബി ഹുബൈഷ് റളിയല്ലാഹു അൻഹ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. സഹാബി വനിതകളിൽ പ്രത്യേകമായി 5-6 സ്ത്രീകൾ അവർക്ക് ഇസ്തിഹാലത്തുണ്ട് എന്നുള്ളത് വ്യത്യസ്ത റിവായത്തിലൂടെ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളതാണ് അവരുടെ ചോദ്യമൊക്കെ കാരണം. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു നടപടി. അതിലൂടെ മുസ്ലിം ഉമ്മത്തിന് വരുന്ന സ്ത്രീകൾക്കൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം. അങ്ങനെ അതിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ഇവർ, ഫാത്തിമ ബിൻതു അബി ഹുബൈഷ്. അതുപോലെ തന്നെ ഹംന ബിൻത്ത് ജഹ്ഷും അതുപോലെ അവരുടെ സഹോദരി ഉമ്മു ഹുബൈബ ബിൻത്ത് ജഹ്ഷും ഇവരെല്ലാം ഈ വിഷയത്തിൽ ചോദിച്ചതായി വ്യത്യസ്ത ഹദീസുകളിൽ കാണാൻ സാധിക്കും. റളിയല്ലാഹു അൻഹുന്ന ജമീഅ. നമുക്ക് നോക്കാം. ഈ ഹദീസിൽ ഫാത്തിമ ബിൻതു അബി ഹുബൈഷ് അവർ ചോദിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഇന്നി ഉസ്തഹാൽ, എനിക്ക് ഇസ്തിഹാലത്തുണ്ടാകുന്നു, രക്തസ്രാവം ഉണ്ടാകുന്നു, ഫല അത്ഹുർ, ഞാൻ ശുദ്ധിയാകുന്നില്ല. അഥവാ ഇങ്ങനെ തുടർച്ചയായി രക്തം പോകുന്ന ഒരു അവസ്ഥ എനിക്കുണ്ടാകുന്നുണ്ട്, ഒരു ശുദ്ധി വരുന്ന ഒരു ശുദ്ധികാലം എനിക്ക് ഉണ്ടാകുന്നില്ല. ഇത് ഒരുപക്ഷെ ഒരു മാസം തുടർച്ചയായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ 2, 3, 4 ദിവസമൊക്കെ കുറഞ്ഞ് ബാക്കിയുള്ള 25, 26, 27 ദിവസം ഈ രൂപത്തിൽ ഇങ്ങനെ തുടർച്ചയായിട്ടുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകാം. എന്ത് തന്നെയായാലും ഇന്നി ഉസ്തഹാലു ഫല അത്ഹുർ, ഞാൻ ശുദ്ധിയാകുന്നില്ല. അബി ഹുബൈഷ് റളിയല്ലാഹു അൻഹ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഇന്നി ഉസ്തഹാലു ഫല അത്ഹുർ, എനിക്കിങ്ങനെ പതിവായി രക്തസ്രാവം ഉണ്ടാകുന്നുണ്ട്, ഫല അത്ഹുർ, എനിക്ക് ശുദ്ധിയാകുന്നില്ല. എന്നിട്ട് എന്താണ് അവരുടെ വിഷയം? അഫ അദഉ സ്വലാഹ്, അപ്പൊ ഞാൻ നിസ്കാരം ഉപേക്ഷിക്കുകയാണോ വേണ്ടത്? കാരണം ഹൈദുള്ള അവസ്ഥയിൽ നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളത് അറിയപ്പെട്ടതാണ്, അവർക്കറിയാം. അതുകൊണ്ട് അവർ ചോദിക്കുന്ന ചോദ്യം അഫ അദഉ സ്വലാഹ്, ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ നിസ്കാരം ഉപേക്ഷിക്കുകയാണോ വേണ്ടത് എന്നാണ് അവരുടെ ചോദ്യം. അവരുടെ ഇബാദത്തുകൾ ശരിയാകുന്നതിന് വേണ്ടി. കാരണം ഹൈദുള്ള സമയത്ത് നിസ്കരിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്, ഒരു തെറ്റ് ചെയ്തു പോകാൻ പാടില്ല എന്നുള്ള നിലക്ക് അവർ ചോദിക്കുകയാണ്, അഫ അദഉ സ്വലാഹ്, ഞാനപ്പോൾ നിസ്കാരമെല്ലാം ഉപേക്ഷിക്കുകയാണോ വേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, അല്ല, ഇന്ന ദാലിക ഇർഖുൻ, തീർച്ചയായും അത് ഇർക്കാകുന്നു. ഇർക്ക് എന്ന് പറഞ്ഞാൽ രക്തക്കുഴലിനാണ് പറയുന്നത്. അഥവാ ഇവിടെ ഉദ്ദേശിക്കുന്നത് ശരീരത്തിന്റെ മറ്റവയവങ്ങളിൽ രക്തക്കുഴൽ പൊട്ടിയാൽ രക്തം വരാറുണ്ട്.
എന്നാൽ ആർത്തവത്തിന്റെ രക്തം ഏതെങ്കിലും രക്തക്കുഴൽ പൊട്ടിയിട്ട് വരുന്നതല്ല, മറിച്ച് അവരുടെ ഗർഭപാത്രത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് വരുന്നതാണ്. ഗർഭപാത്രത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് വരുന്നതാണ് ആർത്തവത്തിന്റെ രക്തം. ആർത്തവത്തിന്റെ രക്തം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ വലിയ ഹിക്മത്തുകൾ നിശ്ചയിച്ചതായി കാണാൻ സാധിക്കും. അഥവാ അവർ ഹാമിലായാൽ അവർക്ക് ഗർഭമുണ്ടാകുന്ന അവസ്ഥയിൽ ഈ രക്തമാണ് ആ കുട്ടിക്ക്, ഗർഭപാത്രത്തിലെ കുട്ടിക്ക് അതിനുള്ള പോഷകങ്ങളായി മാറുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ പൊതുവിൽ സ്ത്രീകൾ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഹൈദ് ഉണ്ടാകുകയില്ല, മറിച്ച് ഈ രക്തം അവരുടെ പോഷക ആഹാരമായി മാറുകയാണ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാത്തിനും അതിൻ്റെതായ ഹിക്മത്തുകളുണ്ട്. ഈ ആർത്തവ രക്തവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മസ്അലകൾ വ്യത്യസ്ത മേഖലകളിൽ, ഫലാഖുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ നിക്കാഹുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് മേഖലകൾ ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഇവർ പറയുന്നത്, ഞാൻ ഈ അവസ്ഥയിൽ നിസ്കരിക്കുകയാണോ വേണ്ടതെന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ഇത് ഇർക്കാൻ, അഥവാ ഒരു രക്തക്കോയിൽ പൊട്ടിയിട്ട് വരുന്നതാണ്. അതല്ലാതെ ഹൈൽ ഇങ്ങനെ തുടർച്ചയായി വരികയില്ല. ഇത് ഒരു രക്തക്കോയിൽ പൊട്ടിയിട്ട് വരുന്നതാണ്. ആ രക്തക്കോയിലിന്റെ പേര് ചില പണ്ഡിതന്മാർ ആദിർ എന്നാണ് പറഞ്ഞിട്ടുണ്ട്. മറ്റു ചിലർ പറഞ്ഞു അല്ലാഹു അലം ഏത് രക്തക്കോയിലാണ് എന്ന് നമുക്കറിയുകയില്ല, ഒരു മുഅയ്യനായ ഒരു ഇർക്കാണ് നമുക്കറിയുകയില്ല, മറിച്ച് സാധാരണ മനുഷ്യന്റെ ശരീരത്തിൽ രക്തം പൊട്ടി ഒഴുകുന്നത് പോലെ ഒഴുകുന്നതാണത്, സാധാരണ രക്തമാണത് എന്നതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഥവാ ചോദിച്ചതിന്റെ ഉത്തരം പറഞ്ഞു. ആദ്യം ഇത് ഇന്നതാണ് എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു വലാഖിൻ, പക്ഷേ ദഇ അസ്സല, നീ നിസ്കാരം ഉപേക്ഷിക്കണം. ഈ 30 ദിവസം നിസ്കരിക്കാന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്. ദഇ അസ്സല, ദ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നാണ്. സ്ത്രീയോട് പറയുമ്പോൾ ദഇ എന്നാണ് പറയുക. ദഇ അസ്സല, നീ നിസ്കാരം ഉപേക്ഷിക്കണം. ഖദ്റൽ അയ്യാം അല്ലതി കുൻത തഹീദീന ഫീഹാ, കാരണം ഒരു സ്ത്രീ അവൾക്ക് ഹൈദ് ഒരിക്കലും ഉണ്ടാകാതെ ജീവിതകാലം മുഴുവനും ഇസ്തിഹാദത്ത് ഉണ്ടാവുകയില്ലല്ലോ. എപ്പോഴെങ്കിലും ആയിരിക്കും ഈ ഒരു രോഗമായി അവർക്ക് വരുന്നത്, രക്തസ്രാവം എന്നുള്ള രോഗം വരുന്നത്. അപ്പൊ കുൻതി തസ്തഹീലീന ഫിഹ, നീ പൊതുവിൽ ഹൈദ് ഉണ്ടാകുന്ന ഒരു ദിവസം നിങ്ങൾക്കുണ്ടല്ലോ, ഒരു എണ്ണമുണ്ടല്ലോ, ഖദ്റൽ അയ്യാം, 6, 7, 8. ആ ഖദ്റൽ അയ്യാം നീ ഹൈദായിട്ട് പരിഗണിക്കുക. ആ ദിവസം നീ നിസ്കാരം ഉപേക്ഷിക്കുക. നോമ്പിന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല, പക്ഷെ വ്യക്തമാണ്, ആ ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല. സുമ്മഗ്തസലി, പിന്നീട് സാധാരണ ആർത്തവം കഴിഞ്ഞാൽ എന്താണ് സ്ത്രീകൾ ചെയ്യുക? ആർത്തവ കുളി കുളിക്കും, ജനാബത്ത് കുളി കുളിക്കുന്നത് പോലെ അവർ കുളിക്കും. അതുപോലെ സുമ്മഗ്തസലി, അതിനുശേഷം നീ കുളിക്കുക. വസല്ലി, എന്നിട്ട് നീ നിസ്കരിക്കുക. അത് മുഴുവൻ നിസ്കാരം ഉപേക്ഷിക്കാനല്ല പറഞ്ഞത്. ഇത് മനസ്സിലാകാത്ത സ്ത്രീകളാണ്, അല്ല, ഇവർക്ക് ഈ പറയുന്ന സ്ത്രീകൾക്ക് അവരുടെ ഹൈൽ ഏതാണ്, ഇസ്തിഹാദത്ത് ഏതാണ് എന്ന് മനസ്സിലാകാത്ത വിധത്തിൽ എല്ലാ ദിവസവും ഒരേപോലെയുള്ള രക്തമാണ് അവർക്ക് വരുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു വാക്ക്, ഇതിലാണ് ഒരുപാട് അഭിപ്രായ വ്യത്യാസം അഥവാ പണ്ഡിതന്മാർക്ക് സംശയങ്ങൾ ഉണ്ടായത്. നമുക്ക് തോന്നിയേക്കാം എന്തുകൊണ്ടാണ് അങ്ങനെ വ്യക്തമായിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലെ, ഒരുപാട് മസ്അലകൾ, അത് ചിലപ്പോൾ വിശ്വാസപരമായ മസ്അലകൾ വരെ ഉണ്ടാകാം, അതുപോലെ കർമ്മശാസ്ത്രപരമായ മസ്അലകൾ ഉണ്ടാകാം. ഉലമാക്കൾ അതിന് ധാരാളം ഫവായിദുകൾ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നു എന്നാണ്. കാരണം ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് ഉലമാക്കളായ ആളുകൾക്ക് പ്രതിഫലം നേടിക്കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച കാര്യമാണ്. അവർ ഇതിനു വേണ്ടി കഷ്ടപ്പെടും, ഈ മസ്അലകൾ പഠിക്കാൻ വേണ്ടി അവരുടെ സമയങ്ങൾ അവർ ചെലവഴിക്കും. അങ്ങനെ ഒരുപാട് ഖൈറുകൾ അതിലുണ്ട്. അതല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഖുർആൻ ഇങ്ങനെ കൃത്യമായി ഇറക്കി അതിന്റെ വിശദീകരണം കൃത്യമായി ഇറക്കാൻ അള്ളാഹുവിന് കഴിവില്ലാഞ്ഞിട്ടല്ല. അതിലൊരുപാട് ഹിക്മത്തുകളുണ്ട്. ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ പരീക്ഷണമാണ് ഈ ജീവിതം മുഴുവൻ. എങ്ങനെ ഒരു മുഅ്മിൻ അവനെനിക്ക് തോന്നിയതുപോലെ ജീവിക്കുമോ, തോന്നിയതുപോലെ ഏതെങ്കിലുമൊക്കെ നിലപാടെടുക്കുമോ, അതല്ല അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ ദേഹേച്ഛയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കൃത്യമായ തെളിവിനോട് യോജിക്കുന്നത് എടുക്കുമോ, ഇതൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. അത് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്ക്, അഥവാ ഫഇദാ ദഇ സ്വലാത്ത ഖദ്റൽ അയ്യാം, അത് നമ്മുടെ ഈ റിവായത്തിൽ വന്നത്. മറ്റൊരു റിവായത്തിൽ ഫഇദാ ദഹബ ഖദ്റുഹാ, അതിന്റെ കണക്ക് അഥവാ ഹൈലിന്റെ ആ ഒരു കണക്ക്, അത് 7, 8 എത്രയാണ് ദിവസം, അത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു. ഇതാണ് ഒരുപാട് ഇഷ്കാലുകൾ പണ്ഡിതന്മാർക്ക് ഉണ്ടായിട്ടുള്ളത്. എന്താണ് ഇഷ്കാൽ? അഥവാ ഒരു സ്ത്രീക്ക്, അഥവാ മുഅ്താദായ ഒരു സ്ത്രീ, കൃത്യമായി മാസത്തിൽ ഇത്ര ദിവസം രക്തം വരും എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവളുടെ തമീസിനെതിരായി അവർക്ക് ഹൈലും നിഫാസും ഹൈലും ഇസ്തിഹാദത്തും മനസ്സിലാക്കാനുള്ള ആ ഒരു ശേഷിക്ക് എതിരായി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നാണ് മസ്അല പറഞ്ഞാൽ വ്യക്തമാക്കി മനസ്സിലാകും. അഥവാ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൊതുവിൽ മാസത്തിൽ 6 ദിവസമാണ് രക്തം വരുന്നത്. അഥവാ അൽമർഅത്തുൽ മുഅ്താദയാണ്. നമ്മൾ അതുകൊണ്ടാണ് തുടക്കത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞത്. 6 ദിവസമാണ് വരുന്നത്. പക്ഷേ ഒരു മാസത്തിൽ അവൾക്ക് 7ാമത്തെ ദിവസവും രക്തം വന്നു. ഈ രക്തം എന്തായി പരിഗണിക്കണം എന്നുള്ള വിഷയത്തിലാണ്. അഥവാ ഇവളുടെ മുഅ്താദായ വിഷയവും അത് ഇതിനോട് എതിരായി, പൊതുവിൽ വരുന്ന കാര്യത്തിനോട് എതിരായിട്ട് 7ാമത്തെ ദിവസം വന്നിരിക്കുകയാണ്. അപ്പോൾ അത് ഹൈലായിട്ട് പരിഗണിക്കണമോ, അതല്ല ഇത്
ഇസ്തിഹാദത്തായി പരിഗണിച്ച് ആ 7ാമത്തെ ദിവസം, ഞാൻ എത്രയാണ് പറഞ്ഞത് അതിന്റെ അടുത്ത ദിവസം അത് പരിഗണിക്കണമോ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നു. അവളെ സംബന്ധിച്ചിടത്തോളം ഈ അധിക ദിവസം, ഇത് 6 പതിവെങ്കിൽ 7ാമത്തെ ദിവസം വന്ന രക്തം അത് കൃത്യമായി നാം നേരത്തെ പറഞ്ഞ വിശേഷണങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന്റെ നിറം, അതിന്റെ ഗന്ധം, അതിന്റെ മറ്റു കാര്യങ്ങൾ, വേദന ഉണ്ടാകുക പോലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അത് ഹൈലല്ല എന്നവൾക്ക് ഉറപ്പായാൽ, ഹൈദിന്റേതുപോലെയല്ല എന്നുറപ്പായാൽ അൽഹംദുലില്ലാ അതിൽ ഒരു കുഴപ്പവുമില്ല. കാരണം അവളുടെ കൃത്യമായി വരുന്നത് 6 ശേഷം വരുന്ന രക്തം അത് ഹൈലല്ല എന്ന് വ്യക്തമായി. അഥവാ മുഅ്താദായി അവൾക്ക് തുടർച്ചയായി വരുന്നതിനോടും അവളുടെ തമീസും ഇത് രണ്ടും യോജിച്ചു വന്നു. കാരണം തമീസിലൂടെ അത് ഹൈലല്ല എന്ന് മനസ്സിലാവുകയും ചെയ്തു, അവൾ കൃത്യമായി വരുന്ന എണ്ണത്തിനോട് യോജിക്കുകയും ചെയ്തു. അവളെ സംബന്ധിച്ചിടത്തോളം അത് ഇസ്തിഹാദത്തായി പരിഗണിച്ച അന്നത്തെ ദിവസം ഇസ്തിഹാദത്തിന്റെ ഹുക്കുമാണ്. ഓരോ നിസ്കാരവും അത് വുളു എടുക്കണം, വുളു മുറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഓരോ നിസ്കാരത്തിന് വുളു എടുക്കണം, അത് ശുദ്ധിയാക്കി വൃത്തിയാക്കണം എന്ന അഹ്കാമുകളാണ് അവൾ പാലിക്കേണ്ടത്. 7ാമത്തെ ദിവസം അവൾ നിസ്കരിക്കണം. ഇനി അതല്ല, അവൾക്ക് ഇതിലൂടെ നോക്കിയപ്പോൾ ഹൈദിനുണ്ടാകുന്ന അതേ അവസ്ഥയാണ് ഈ അധികമായി വന്നത്. 6 ദിവസമാണ് പതിവെങ്കിൽ 7ാമത്തെ ദിവസം ഹൈദിനുണ്ടാകുന്ന ആ പറയുന്ന രൂപമെല്ലാം ഉണ്ട്. അതിന്റെ വേദന ഉണ്ട്, അതിന്റെ രക്തത്തിന്റെ നിറം അങ്ങനെയാണ്, അതിന്റെ ഗന്ധം അങ്ങനെയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അവൾക്ക് പതിവിൽ വരുന്ന ദിവസത്തെ അതിനെ മുന്തിക്കണമോ അതല്ല ഈ തമീസിലൂടെ അവൾക്ക് മനസ്സിലായതിനെ മുന്തിക്കണമോ എന്നുള്ളതിലാണ്. ഇതിൽ പണ്ഡിതന്മാർക്കിടയിൽ വലിയ ഖിലാഫുണ്ട്. നമുക്ക് വളരെ എളുപ്പമായി തോന്നുന്നുണ്ടാവും, പക്ഷെ ഇതിൽ വലിയ ഖിലാഫുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ റിവായത്തിൽ പറഞ്ഞിട്ടുള്ളത് വലകിൻ ദഇയ സ്വലാത്ത് ഖദ്റൽ അയ്യാം, നീ നേരത്തെ എത്രയാണോ നിനക്ക് ദിവസം കണക്ക്, ആ കണക്കിനെ പരിഗണിക്കണം എന്നാണ് ഈ ഹദീസിൽ നിന്ന് കിട്ടുക. ഖദ്റൽ അയ്യാം, അല്ലെങ്കിൽ മറ്റു റിവായത്തിൽ വന്നതുപോലെ ഫഇദാ ദഹബ ഖദ്റുഹ, അതിന്റെ കണക്ക് കഴിഞ്ഞാൽ നീ കുളിച്ച് നിസ്കരിക്കാന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ 6 ദിവസമാണല്ലോ അവളുടെ കണക്ക്. പക്ഷെ 7ാമത്തെ ദിവസം വന്നത് ഹൈദിന്റെ അതേ രൂപത്തിലുള്ള വസ്ഫിലുള്ള രക്തവുമാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെ സാധാരണ പതിവിൽ നിന്നും മാറി എക്സ്ട്രാ വരികയാണ് എങ്കിൽ കണക്കിനനുസരിച്ചിട്ടാണ് ഹൈലായി പരിഗണിക്കേണ്ടത്, ബാക്കി പരിഗണിക്കാൻ പാടില്ല എന്നാണ്. അതൊരു വിഷയം. എന്നാൽ അത് മാത്രമല്ല, വേറൊരു റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേറൊരു റിവായത്തിൽ വന്നിട്ടുണ്ട്, ഇദാ ദഹബ ഹൈലതുക്, നിന്റെ ഹൈല് കഴിഞ്ഞാൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവ രണ്ട് അഭിപ്രായ വ്യത്യാസമായി. കാരണം 7ാമത്തെ ദിവസം വന്നതും ഹൈലിന്റെ അതേ രീതിയിലാണ് അവൾക്ക് മനസ്സിലാകുന്നത്, ഹൈലിന്റെ അതേ വസ്തുതകളാണുള്ളത്. ഈ റിവായത്തിൽ ഇദാ ദഹബ ഹൈലതുക് എന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഹൈല് പോയ 7ാമത്തെ ദിവസം ഹൈലായിട്ട് തന്നെ കണക്കാക്കണം എന്നീ റിവായത്തോടെ മനസ്സിലാക്കും. നേരത്തെ മനസ്സിലാക്കിയത് നമ്മൾ പതിവായി വരുന്നത് എത്ര അത് പരിഗണിച്ചിട്ട് ബാക്കി ഇസ്തിഹാദത്തായി മനസ്സിലാക്കണം എന്ന് വരും. പണ്ഡിതന്മാർ അതിനെ ധാരാളം ചർച്ച ചെയ്തതിനു ശേഷം അതിൽ പറഞ്ഞ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അൽ മുഖദ്ദമു അൽ ആദ, ആദത്തിനെ പരിഗണിക്കണം. നിനക്ക് ഹൈലായി തോന്നിയാലും പൊതുവെ വരുന്നത് 6 ദിവസമുള്ളത് എന്നാണെങ്കിൽ ആ 6 ദിവസം പരിഗണിച്ച് 7ാമത്തെ ദിവസം നീ നോക്കേണ്ട, അതെന്ത് തന്നെ ആയാലും അത് ഹൈലല്ല എന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതാണ് ഹംബലി മദ്ഹബിലെ പ്രബലമായ ഒരു അഭിപ്രായം. എന്നാൽ ഇമാം അശ്ശാഫിഈ മദ്ഹബിൽ അവർ തമീസാണ് പരിഗണിക്കാൻ പറയുന്നത്. അവർക്ക് ഹൈലായി മനസ്സിലാക്കിയത് ഹൈലായി സ്വീകരിക്കുക, മനസ്സിലായിട്ടില്ല എങ്കിൽ അത് ഹൈലായി സ്വീകരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഇവിടെ ഷെയ്ഖ് അബ്ദുസ്സലാം അശ്ശൂഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഈ മസ്അലയിൽ ഇതിനൊരു മധ്യമ നിലപാട് സ്വീകരിച്ചതായി നമുക്ക് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരു മധ്യമ നിലപാട് സ്വീകരിച്ചതായി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, അദ്ദേഹം ഒരു ഖൗലുൻ വസത്ത്, ഒരു റഅയുൻ വസത്ത്, ഒരു മധ്യമ അഭിപ്രായം അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇങ്ങനെ വ്യത്യസ്തമായി വന്നു കഴിഞ്ഞാൽ, പൊതുവെ 6 ദിവസം ഹൈദുണ്ടാകുന്ന സ്ത്രീക്ക് 7ാമത്തെ ദിവസം ഇങ്ങനെ രക്തം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നു ആദ്യത്തെ മാസം അത് ഹൈലായിട്ട് തന്നെ പരിഗണിക്കണം. കാരണം ചില സ്ത്രീകൾക്ക്, കാരണം 6 ദിവസം തന്നെ ആകണമെന്നില്ല. ഇപ്പൊ തുടക്കക്കാരിയായ ഒരു ഹൈദുണ്ടായ സ്ത്രീക്കാണെങ്കിൽ ആദ്യം തന്നെ അത് മാറി വന്നു കഴിഞ്ഞാൽ അത് തുടക്കത്തിൽ അവൾ അത് തമീസ് കൊണ്ട് ചെയ്താൽ മതി. ഹൈലായി മനസ്സിലാക്കിയാൽ അത് ഹൈലായി പരിഗണിക്കുക. പിന്നീട് അവർക്കൊരു ആദത്ത്, പതിവായ ഒരു ദിവസം നിശ്ചയിക്കപ്പെട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആദത്തെ പരിഗണിക്കേണ്ടതുള്ളൂ, ഈ തമീസ് വെച്ച് പരിഗണിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം ഫത്വ കൊടുത്തിട്ടുള്ളത്. ഈ വിഷയം അത് ആവർത്തിച്ച് കേൾക്കേണ്ട ആളുകൾ ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതല്ല എങ്കിൽ അവർ ചോദിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. ചോദിച്ചു മനസ്സിലാക്കുക, ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, അൻസാരികളായ സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചോദിക്കാറുണ്ട് എന്ന്. പക്ഷെ ഇതിന്റെ അർത്ഥം സ്ത്രീകളായ ആളുകൾ ചെറുപ്പക്കാരായ ദായിമാരോട്, ക്ലാസ് എടുക്കുന്ന ആളുകളോട് ചോദിക്കണം എന്നൊന്നുമല്ല. മറിച്ച് അവർ മനസ്സിലാക്കേണ്ടത് അവർക്ക് അതിനല്ലാത്ത വഴികളുണ്ട്. അവരുടെ ഭർത്താക്കന്മാരോട് ചോദിക്കുക, ഭർത്താക്കന്മാരോട് പറഞ്ഞിട്ട് ചോദിക്കുക, ഇതാണ് ഒന്നാമത്തെ വഴി അവർ സ്വീകരിക്കേണ്ടത്. അതല്ല എങ്കിൽ ആ പറയുന്ന ദായിമാരുടെ, ക്ലാസ് എടുക്കുന്ന ആളുകളുടെ സ്ത്രീകൾ ഭാര്യമാരുണ്ടാകും, അവരോട് ചോദിക്കുക, അതാണ് ഏറ്റവും നല്ലത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഏറ്റവും ശുദ്ധമായ ഖൽബിന്റെ ഉടമകളായിരിക്കുകയില്ല എല്ലാവരും.
ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷെ കൽബിൽ എന്തെങ്കിലും രോഗം ഉണ്ടാക്കാനും ഫിത്നകൾ ഉണ്ടാക്കാനും ഒക്കെ ഇത്തരം വിഷയങ്ങളിൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. സ്ത്രീകൾ അങ്ങനെ തോന്നുന്ന ആളുകളോടൊക്കെ ഇത് ചോദിക്കാം. നമ്മൾ അൻസാരികൾ സ്ത്രീകളുടെ മാതൃകയാണ് പിൻപറ്റുന്നത് എന്നൊന്നും വിചാരിച്ച് അങ്ങനെ ആരോടും എന്തോടും ഇങ്ങനെയുള്ള വിഷയങ്ങൾ പോയി ചോദിക്കാതിരിക്കുക. മറിച്ച് അതിൻ്റെതായ അദബുകൾ പാലിക്കാൻ പരമാവധി ശ്രദ്ധിക്കാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ ഇതാണ് ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്. ഇങ്ങനൊരു ഈ ഹദീസിന്റെ 2 ലഫ്ളുകൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ഹദീസിൽ വന്നൊരു 3 മസ്അലകൾ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, നമ്മളിപ്പോ പറഞ്ഞ കാര്യം, ഇതാ തആറത്തിൽ ആദത്തു മഅ തമീസ്, ഒരു സ്ത്രീയുടെ ആദത്തും അതുപോലെ തമീസും അവൾക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ ഒരു രീതി, ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമായി വന്നാൽ ഖുദ്ദിമത്തിൽ ആദത്തു അല തമീസ്, അവിടെ ആദത്തിനെ പരിഗണിക്കണം. വമാ സാദ അനിൽ ആദ ഫഇന്നഹു യുഹ്കമു ബിഅന്നഹ ഇസ്തിഹാള വഹാദഹു വറാജിഹ്. അത് 6 ദിവസം സ്ഥിരമായി ഹൈള് വരുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 7ാമത്തെ ദിവസം വന്നു, അത് ഹൈളാണ് എന്നതിന്റെ ലക്ഷണങ്ങളൊത്ത് മനസ്സിലാക്കിയാൽ പോലും അവൾ ആദത്തിനെ പരിഗണിക്കണം എന്നതാണ് ഇതിലുള്ള ഒന്നാമത്തെ ഖൗൽ. രണ്ടാമത്തെ ഖൗൽ എന്ന് പറഞ്ഞാൽ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമറ ബിൽ ഇഖ്തിസാൽ, രണ്ടാമത്തെ മസ്അല അമറ ബിൽ ഇഖ്തിസാൽ മിനൽ ഹൈൽ ദൂനൽ ഇസ്തിഹാൽ. ഹൈൽ കഴിയുമ്പോൾ, ഹൈലിന്റെ അയ്യാമ് കഴിയുമ്പോഴാണ് കുളിക്കാൻ പറഞ്ഞത്, പിന്നെ എല്ലാ ദിവസവും കുളിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഹൈലിന്റെ മാത്രമാണ് കുളി നിർബന്ധമുള്ളൂ, ഇസ്തിഹാലത്തിന് നിർബന്ധമില്ല. അമിതമായി വരുന്ന രക്തസ്രാവത്തിന് കുളി നിർബന്ധമില്ല എന്ന് മനസ്സിലാക്കുക. അവർ ഓരോ വക്തിനും വുളു എടുക്കുക, ശുദ്ധിയാക്കി വുളു എടുക്കുക എന്നതേ ഉള്ളൂ. ഹൈലിന് മാത്രമാണ് കുളി നിർബന്ധമാകുന്നത്. മൂന്നാമത്തെ മസ്അല ഫഗ്സിലി അൻക ദമ വസല്ലി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ രക്തം നീ കഴുകിക്കളയണം എന്നിട്ട് നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്നു ഫീഹി ദലീലുൻ അലാ നജാസതി ദമിൽ ഹൈദ്, ദമുൽ ഹൈദ് ആർത്തവ രക്തം അത് നജസാണ് എന്നുള്ളതിൽ തെളിവുണ്ട്. ഈ വിഷയത്തിൽ മുസ്ലിം ഉമ്മത്തിന് ഇജ്മാ ഉള്ള വിഷയത്തിൽ പെട്ടതാണ്. അതല്ലാത്ത മനുഷ്യന്റെ മറ്റു രക്തങ്ങൾ അതിൽ ഖിലാഫുണ്ട്. ചില ഉലമാക്കൾ, അത് ഭൂരിഭാഗം പണ്ഡിതന്മാരും രക്തം അത് നജസാണ് എന്ന് പറയുന്നതാണ്. പ്രത്യേകിച്ചും അത് ധാരാളം ഉണ്ടെങ്കിൽ, വളരെ കുറഞ്ഞ അളവിലാണെങ്കിൽ എല്ലാവരും അത് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ദമുൽ ഹൈൽ അത് നജസാണ്, ആർത്തവ രക്തം നജസാണ് എന്നുള്ളതിൽ മുസ്ലിം ഉമ്മത്തിൽ ഇജ്മാ ഉണ്ട്. ഈ അധ്യായത്തിൽ 2-3 ഹദീസുകൾ ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാക്കാം. ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് മസ്അലകൾ, ഓരോരുത്തർക്കും വ്യത്യസ്ത രൂപത്തിലുള്ള മസ്അലകളുണ്ട്. സാധിക്കുന്ന ആളുകൾ പണ്ഡിതന്മാരുമായി ബന്ധമുള്ള ആളുകളിലേക്ക് ചോദ്യങ്ങൾ അയക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. സാധാരണക്കാരായ തുടക്കക്കാരായ വിദ്യാർത്ഥികൾക്കൊക്കെ ഇന്നും ഇത് മനസ്സിലാക്കാനുള്ള പ്രയാസം വളരെയധികമാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവന്റെ ദീന് കൃത്യമായി മനസ്സിലാക്കാനും അല്ലാഹുവിന് സാധിക്കുന്നത്ര സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനും തൗഫീഖ് നൽകട്ടെ. വല്ലാഹു അലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.